അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരം മൈക്കൊന്നും എടുക്കാതെ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് ഒഴിവ് കിട്ടിയപ്പോ ഒന്ന് ക്ലാസ് റൂമിൽ വന്നതാണ്. എങ്കിലും ബിസ്മില്ലാഹി ഉസ്താദിന്റെ മോന്റെ ഖിറാഅത്തും പാട്ടും ഒരുപാട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൽബിനിക്കൊരു നല്ലൊരു സുഖാനുഭൂതി, അതേപോലെ പല ചർച്ചകള്, ഓരോരുത്തരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ സമയം പോയതന്നെ അറിഞ്ഞില്ല. 3-3:30 ക്ലാസ് റൂമിൽ കയറിയതാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് സമയം പോകുന്ന മാത്രമല്ല, ഒരുപാട് അറിവുകള്, ഒരുപാട് ആളുകളുടെ സലാമ്, ഒരുപാട് ഉപകാരമുണ്ട് ഈ ക്ലാസ് റൂം കൊണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളുടെ പരിചയത്തിലുള്ള എല്ലാവരെയും ഈ ക്ലാസ് റൂമിലേക്ക് നമ്മൾ ആകർഷിപ്പിക്കണം. അതിന് നല്ല നല്ല പരിപാടി ഒന്നും കൂടി ആസൂത്രണം ചെയ്യണം. ഈ ഒഴിവ് സമയത്തൊക്കെ നല്ല പ്രഭാഷകരുടെ റെക്കോർഡിംഗ് ഒക്കെ ഇടുകയാണെങ്കിൽ, ഈ പാട്ട് ഒന്ന് ചെറുതായി ഒന്ന് നിയന്ത്രിച്ച് ഇടുകയാണെങ്കിൽ വീണ്ടും, അല്ലെങ്കിൽ വല്ല മുമ്പുള്ള ഗഫൂർ അനമരി പോലത്തവരുടെയൊക്കെ റെക്കോർഡ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ മസാല സംബന്ധമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉപകാരങ്ങൾ കിട്ടും ഒഴിവുള്ള സമയങ്ങളൊക്കെ ഇതില് ക്ലാസ് റൂമിൽ കയറുന്നവർക്ക്. എങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംരംഭം, നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. നമുക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ സേവനമൊക്കെ ഞങ്ങൾ ക്ലാസ് റൂമിൽ വേണം. പരമാവധി ഉസ്താദ് നാട്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് നെറ്റൊക്കെ ഒരു സ്ലോ ഉണ്ട്, പെട്ടെന്ന് മൈക്കൊന്നും കിട്ടുന്നില്ല ഉസ്താദിന്. ഇൻഷാ അല്ലാഹ് ചോദ്യം ഉണ്ടെന്നോ? ജാഫർ മന്നാലിന് ചോദ്യം ഉണ്ടല്ലോ. ഏതായിരുന്നാലും ഉസ്താദിന് മറുപടി നൽകും. ഏതായിരുന്നാലും ചോദ്യത്തിന് വേണ്ടി മൈക്ക് കൊടുക്കുക. ഉസ്താദുണ്ടല്ലോ, ഉസ്താദിന് മൈക്ക് നെറ്റ് കുറച്ച് സ്ലോ കാരണമാണ്. നാട്ടിൽ നിന്ന് ആളുകളെല്ലാം ക്ഷമിക്കണം. പെട്ടെന്ന് ഉസ്താദ് മൈക്ക് കിട്ടാനൊക്കെ ഒന്ന് പ്രയാസപ്പെടുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മൈക്ക് പെട്ടെന്ന് റൈസാൻ ചെയ്യാനും മൈക്ക് എടുക്കാനുള്ള ടൈം അതാണ് കുറച്ച് വൈകുന്നത്, നെറ്റ് സ്ലോ കാരണമാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പരമാവധി ക്ലാസ് റൂം ഒന്ന് പ്രയോജനപ്പെടുത്തണം. ഉസ്താദിന്റെ സേവനം ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമാവും. ഏതായിരുന്നു ജാഫർ മന്നാലിന് ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ ഉസ്താദ്, ഇപ്പൊ നമ്മൾ ഈ തട്ടായിട്ടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ വീട് വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് പരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പൊ അതായത് സ്റ്റെപ്പായിട്ട് വീട് വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും? ഇപ്പൊ ഒരു 4 അടി 5 അടി ആയിട്ട് സ്റ്റെപ്പിലെ സ്ഥലമാണെങ്കിൽ അടിയിലെ റൂം അങ്ങനെ ആക്കി മേലെ ഘട്ടത്തിലെ റൂമായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോ അത് ചെലവ് കൂടുതലായാലും ചെലവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ എന്റെ അടിയിൽ വീട് വെക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ JCB എന്നൊക്കെ ഇറങ്ങാത്തൊരു ഭാഗമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെക്കാന്ന് പറഞ്ഞപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിനി പഴയ ചർച്ചയ്ക്ക് തന്നെ വരികയാണല്ലേ. ഇതിലേക്ക് തട്ടായി വീട് വയ്ക്കുന്നതിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ തട്ടായി വീട് വയ്ക്കുന്നതിലൊക്കെ ഈ ഒരുപാട് വാസ്തുശാസ്ത്രം, ഒരുപാട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയണ്ടെങ്കിലും, പക്ഷെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത്തരത്തിലുള്ള തട്ടായി വയ്ക്കുന്നതിൽ ഒരു ദോഷം നമുക്ക് പറയാൻ കഴിയില്ല. അതായത് എങ്ങനെയാണെങ്കിൽ ഒരു വീട് കാണുമ്പോൾ നമുക്ക് ലക്ഷണമൊത്തൊരു മോഡലായിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പൊ താഴെ തട്ടായി വെക്കുകയാണെങ്കിലും താഴത്ത് നോക്കുമ്പോൾ അതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാകുമ്പോൾ 2 നില എന്ന തോതിലൊക്കെ നമുക്ക് നല്ല ഡിസൈൻ ചെയ്തിട്ട് വെക്കാറുണ്ട്. ഈ മുണ്ടേക്കരാട് നമ്മുടെ സാദിഖ് ഉസ്താന മഹലില് ഇതേപോലെ ഒരു വീട് വിറ്റിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല ഇങ്ങനെ തട്ടായിട്ടുള്ള സാധനം എന്താണ്, അത് JCB എടുത്താലും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം കുത്തിവെച്ച് വരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ ഒറ്റടിക്ക് നോക്കുമ്പോൾ, ഒരാൾ നോക്കുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്നുള്ള കോണി ഇങ്ങനെ കയറി അത് ശരിക്കുള്ള സാധാ കോണിയുടെ ഹൈറ്റ് പ്രകാരം വെച്ചാൽ തന്നെ
അത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് വീക്ഷിക്കുമ്പോൾ അത് 2ാം നിലയ്ക്കും 3ാം നിലയ്ക്കൊക്കെ കയറുന്ന രീതിയിലുള്ള കോണിയാണ്. അത് ഈ ഇങ്ങനെ ചെങ്കുത്തായി സ്ഥലം കിടക്കണമുണ്ടാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും സത്യത്തിൽ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല. ചിലത് അതിൽ വേറെ വിഷയം വരുന്നത്, ഇപ്പൊ നമ്മൾ മണ്ണ് കട്ട് ചെയ്തിട്ട് നമ്മൾ റൂമുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ചുമര് വെച്ചാൽ അന്ന് എന്തായാലും മണ്ണിന്റെ ലീക്ക് ഉണ്ടാവും. അത് മാത്രമല്ല, മുകൾ വശത്ത് വെള്ളം കെട്ടി നിന്നാൽ തീർച്ചയായും അതൊരു ചിലപ്പോൾ കുത്തി ഒരു അടി എടുത്ത് വന്നാൽ ഈ മറ്റേ എന്താ പറയാ ഈ പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്ന മോഡൽ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ ഒന്നായി അതിൽ മണ്ണിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭൂമി മൊത്തം തള്ളി വന്നാൽ നമ്മൾ ചുമരക്ക് പോകും. അതിന് ഉരുളിപ്പൊട്ടൽ, അതെ, യെസ്, ശുക്രേ. അപ്പൊ ഉരുളിപ്പൊട്ടൽ പോലെയൊക്കെ സാധാരണ ഉരുളിപ്പൊട്ടൽ എന്ന് പറഞ്ഞാൽ അടിയിൽ വെള്ളം സ്റ്റോറേജ് ഭൂമിക്ക് ആ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് തള്ളുന്നത്. അപ്പോ നിലവിൽ ചരിവുള്ള ഭൂമിയെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭൂമിന്റെ ആ ഒരു നിലനിൽപ്പ്, ഭൂമിക്ക് സ്റ്റോറേജിന്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പൊ അതിന് എഞ്ചിനീയർ വിഭാഗത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം, അടിയിൽ നല്ല സ്ട്രോങ്ങില് 1-4 എന്ന പ്രകാരം കോൺക്രീറ്റ് കൊടുത്ത് അതില് ഒരു ഏറ്റവും ചുരുങ്ങിയത് 15 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ കമ്പി ഇട്ടിട്ട് മുകളിലേക്ക് വാള് വാർക്കണം. അപ്പോൾ ഈ ഒഴുകി വരുന്ന ആ മണ്ണും ഇതൊക്കെ ആ കോൺക്രീറ്റ് തടുത്തു നിർത്തും. എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ അടിയിൽ റൂമുണ്ടാക്കി പിന്നെ കുന്നിന്റെ മുകളിൽ മറ്റവിടെ റൂമുണ്ടാക്കി അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമര് മാത്രം കെട്ടിയിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് അടിവശം നന്നായി തള്ളിപ്പോവും. അതുകൊണ്ട് അതിന്റെ എത്ര വശമാണോ കട്ട് ചെയ്തിട്ട് എടുക്കുക, അത് ഇതേപോലത്തെ വെള്ളം സ്റ്റോറേജ് ചെയ്ത് ഭൂമി തള്ളാതിരിക്കാൻ നമ്മൾ അടിയിൽ നിന്ന് പിന്നെ 1-4 അല്ലെങ്കിൽ 1, 1.5, 3 എന്ന അനുപാതത്തിൽ കോൺക്രീറ്റ് ചെയ്ത് മുകളിലേക്ക് കമ്പിയിട്ട് 15 സെന്റിമീറ്ററിൽ ചുരുങ്ങിയത് നമ്മൾ ചുറ്റും അതിന്റെ വാർത്താൽ മാത്രമേ നമുക്ക് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നനവ് റൂമിലേക്ക് വരും. ഇതേപോലെ മുകൾ വശത്തുള്ള മഴവെള്ളമൊക്കെ സ്റ്റോറേജ് ആയിക്കൊണ്ട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും. അതാണ് എഞ്ചിനീയറിംഗ് തിയറിയിൽ പറയുന്ന അതിന്റെ ഒരു പോംവഴി. അല്ലാണ്ട് അത് ശരിക്കൊരു നല്ല ഒരു ഡിസൈനറിനെ കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യിക്കുന്നതെങ്കിൽ നല്ല ഇങ്ങനെ സ്റ്റെപ്പായി വരുന്ന വീട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വലിയൊരു വീടായിട്ടും നല്ല എലിവേഷനിലും അത് അറിയുന്ന ഒരാളാണെങ്കിൽ ശരിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല എലിവേഷനിൽ വീട് പണിയാൻ കഴിയും. അത് നല്ല രസമുണ്ടാകാൻ കാണാൻ. അതല്ലാണ്ട് വാസ്തുപ്രകാരം മുമ്പൊക്കെ പറയുന്ന പോലെ ഈ ഓടിട്ട പെരയ്ക്കാണ് ഇവർക്ക് പറയല് സാധാരണ, അടുക്കള താന്നിരിക്കണം, മറ്റുള്ളവർ താന്നിരിക്കണം, അങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ ഇസ്ലാമിക കാഴ്ചപ്പാടത്തിൽ തന്നെ നോക്കുകയാണെങ്കിലും ഇപ്പോ സൈക്കോളജിപരമായിട്ട് നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് തിയറി പ്രകാരം നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ നമുക്ക് ആ വീടെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബുയാസിന് എന്താ മൈക്ക് വേണ്ടേ? എന്താ ചോദ്യം ചോദിക്കണ്ട? സ്ഥാനം കിട്ടുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. വിശന്നിട്ടേ മൈക്ക് കിട്ടുന്നില്ല, ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തോളൂ. അതൊന്ന് ക്ലോസ് ചെയ്ത് കാണാൻ പുറത്തു പോയി ഒന്ന് വന്നു നോക്കി, അപ്പൊ കിട്ടും. ജാഫർ സാഹിബ് ഒന്നും കൂടി ചോദിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? അതേപോലെ ഇപ്പൊ നമ്മള് വീട് ഉണ്ടാക്കുമ്പോ വീടിന്റെ ചുറ്റളവ് 4 ഗുണിതങ്ങളാവണമെന്ന് ഇസ്ലാമിക വാസ്തുവിദ്യ വെച്ചു. അതായത് മുഹമ്മദ് എന്ന പേര് 4 അക്ഷരാണ്. അപ്പോ 4 ഗുണിതങ്ങളാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? 4 അങ്ങനെ അതിന്റെ അടിസ്ഥാനം ഉണ്ടോ 4 ഗുണിതങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇതിലിപ്പോ സത്യം പറഞ്ഞാല് നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം
ഒരു വീടിന് അല്ലെങ്കിൽ നാം നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് അത് ഇത്ര അളവ് വേണം, ഇത്ര ചുറ്റളവ് വേണം എന്നൊന്നുമില്ല. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം നമുക്ക് ഒരിടത്തുനിന്നും കണ്ടെത്താൻ കഴിയില്ല. അളവുകളെ നമുക്ക് നിർണ്ണയിക്കാൻ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ നമ്മൾ ഈ അളവിനെ ആശ്രയിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ കഅബയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അതൊരു 4ന്റെ ഗുണിതങ്ങളാണ്. കഅബയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 4ന്റെ. അപ്പം അതേപോലെ തന്നെ ഈ ആശാരിമാരുടെ കണക്കുകളൊക്കെ നാം ശരിക്കും നോക്കുകയാണെങ്കിൽ 3 കോല്, 3, 16 അങ്ങനെ തുടങ്ങുന്ന കോലളവുകൾ. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ്. ഈ കോലളവ് നോക്കണം. 3 കോല് എന്ന് പറയുമ്പോൾ 216 സെന്റിമീറ്റർ. ഒരു വിരല് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് പ്രകാരം കോലളവിൽ തന്നെ വീടുണ്ടാക്കണമെന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടൊന്നുമില്ല. ഈ അളവിന് ഇസ്ലാമികപരമായിട്ട് ഒരു അടിസ്ഥാനമില്ല. പിന്നെ നാം എന്തിനാണ് ഇപ്പൊ ഇത് പിടിക്കണമെന്ന് ചോദിച്ചാല്, കഅബയുടെ ഒക്കെ അളവ് നോക്കുന്ന സമയത്ത് 4ന്റെ ഗുണിതങ്ങളായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ 4ന്റെ ഗുണിതങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കിതാബ് 4ആണ്, ഖുർആൻ അക്ഷരങ്ങൾ 4ആണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന പേര് 4 അക്ഷരമാണ്, അള്ളാഹു എന്നുള്ളത് 4 അക്ഷരങ്ങളാണ് കാണുന്നത്. പിന്നെ അത് നോക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി, ഇതൊക്കെ 12 അക്ഷരങ്ങളാണ് കാണുന്നത്. അപ്പൊ ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്കുന്ന സമയത്തും ആശാരിമാരുടെ കണക്കൊക്കെ നോക്കുമ്പോ ഈ 4ന്റെയും 12ന്റെയും ഗുണിതങ്ങളാൽ അത് കൂടിക്കലർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ പൊതുസമൂഹം പൊതുവെ തെറ്റിദ്ധരിച്ചെടുക്കുകയാണ്. നമ്മുടെ വീടുകൾക്ക് ആശാരിമാരുടെ ആ കണക്ക് പ്രകാരം അല്ലാതെ വീടുകൾ എടുത്താൽ അതിന് കംപ്ലൈന്റ് ഉണ്ടാകും എന്നുള്ള ധാരണ കൊണ്ടാണ് ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശാരിമാരെ കൊണ്ട് കുറ്റടിപ്പിക്കുന്നത്. അപ്പൊ അതിന് നമ്മ തന്നെ കണ്ടെത്തുകയാണ്. കാരണം പ്രവാചകന്മാരുടെ നാടിന് മുമ്പിലൂടെയല്ലാതെ ഒരു വിജ്ഞാന ശാഖകളൊന്നും ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള കാരണം ഇവിടെ ആഡംബരത്തിൽ ജീവിക്കാൻ നമ്മൾ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇസ്ലാമിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇല്ല എന്നല്ല അർത്ഥം. നമ്മൾ കണ്ടെത്തിയാൽ കാണാൻ കഴിയും. തവിക്രത്തൻ ഊരിൽ അൽബാദ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിൽ 12ന്റെ ഗുണിതങ്ങളാൽ ഈ വീടുകളുടെ ആശാരി കണക്കുകൾ കൂടിക്കലർന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുന്നത്, നിങ്ങൾ ആശാരി കണക്ക് പിടിക്കേണ്ട, 4ന്റെയും 12ന്റെയും ഒക്കെ ഗുണിതങ്ങൾ നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ആശാരിമാരുടെ കണക്കിൽ കറക്റ്റായി വരുന്നുണ്ട്. അതുകൊണ്ട് ആശാരി കണക്കല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി 4ന്റെ ഒക്കെ ഗുണിതങ്ങള് 12ന്റെ ഒക്കെ ഗുണിതങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ട് എന്ന് അവരെ മനസ്സിലാക്കി ആശാരിമാരുടെ കണക്കിനെ അവലംബിക്കുന്നതെന്ന് അവരെ മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ആശാരി പറയാണ്, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു വീടിന്റെ ഉള്ളിൽ 4:2 ആവണം, അല്ലെങ്കിൽ 3 ആവണം, 290 സെന്റിമീറ്റർ ആവണം, അതൊരു ഇസ്ലാമിക കാഴ്ചപ്പാടല്ല. അത് ഒരു അളവിന് വേണ്ടിയിട്ട് ആശാരിക്ക് നമ്മുടെ കഅബ കണക്ക് 4ന്റെ ഗുണിതങ്ങളാണെങ്കിലും ആ കണക്കിലൊരിതുണ്ട്. അതായത് ഈ അല്ലി മീൻചാറും പോലെ ആവാതെ കറക്റ്റായിരിക്കും 4ക്ക് 4, 10ക്ക് 10, 10ക്ക് 12. ഇതൊക്കെ ഒരു അളവുകളാണ്. അല്ലാണ്ട് 8ക്ക് 12 പറയുമ്പോൾ ഈ കുഴലപ്പം നീണ്ടു കിടക്കും, അല്ലെങ്കിൽ 8ക്ക് 14 ഒക്കെ പറയുമ്പോ അങ്ങനത്തെ ഒരു അളവിന് വേണ്ടി പറയാമെന്നല്ലാതെ ഇന്ന റൂമിനൊക്കെ ഇത്ര അളവ് വേണം നിർബന്ധം ആണ് എന്നൊരു കർശന ബുദ്ധി നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം പറയാൻ പറ്റില്ല. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഇതിനൊക്കെ കണക്കുകളുണ്ട്. ഇത്ര റൂമായിരിക്കണം, 10ക്ക് 10 റൂമാകുമ്പോൾ 294 ആയിരിക്കണം. അതേപോലെ തന്നെ 4ക്ക് 2, 4 പറ 4 കോലും 2 പേരിലും അങ്ങനെയൊക്കെ ആയിരിക്കണം കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഈ ആശാരിമാരുടെ ചുറ്റളവ് നമ്മൾ ഈ 4ന്റെ കഅബ കണക്ക് പ്രകാരമുള്ള കണക്ക്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ കണക്ക് പ്രകാരം ഗുണിതങ്ങളാക്കി റൂമിന്റെ അളവുകളൊക്കെ നാം നിർണയിച്ച് അവാമന്നാസിന്റെ അടിയിൽ നിങ്ങൾ ആശാരിമാരെ നിങ്ങൾ ആശ്രയിക്കരുത്. കാരണം ആശാരിമാരെ ആശ്രയിച്ചാല് ആദ്യം അവർ വീട്ടിൽ വന്നിട്ട് കാല് കുത്തുമ്പോ തന്നെ അവരുടെ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അതുപോലെ തന്നെ സൂര്യഭഗവാനൊക്കെ ധ്യാനിച്ചിട്ടാണ് അവർ കുറ്റടിക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് തടയിടണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇന്ത്യവരുടെ ഈ 4ന്റെ ഗുണിതങ്ങളും അതേപോലെ 12ന്റെ ഗുണിതങ്ങളും വെച്ച് ആ കണക്ക് കറക്റ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മുമ്പ് നമ്മൾ ഇതിന്റെ വീട് നിർമ്മാണ ക്ലാസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇതിന്റെ ഗുണിതങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതില് അബ്ദുള്ള തോടക്കർ ഉസ്താനത്തൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ റെക്കോർഡ് ഉണ്ടാവും, അത് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
അതെ, അതിപ്പോ ഞാൻ ആശാരിമാരെ ആശ്രയിക്കും. കാരണം ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ചുള്ള ബുക്കുകൾ പഠിച്ച് ഞാനൊരു ആശാരിയായിട്ടും ചോദിക്കും. നമ്മളൊരു പരിചയ ആശാരി. അപ്പൊ മുപ്പൊരു ഓലത് നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവര് പറഞ്ഞു വാസ്തു പറഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്ന മാതിരിയാണ്. അപ്പൊ പാതകം അയാളെ കാല് അങ്ങനെ പറഞ്ഞു. പിന്നെ കണ്ണിൽ കുത്തിയാൽ വെള്ളം കിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ബുക്കിൽ പറയുന്നുണ്ട് ആദ്യമൊക്കെ വീട് കയറ്റിയത് ഇസ്ലാമിക വാസ്തുശാസ്ത്രമായിട്ടുള്ള ആ ഇസ്ലാമിക നിബന്ധന ആവുള്ള വീടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. മറ്റേ ഓലെ ഭാരതീയ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഓലെ പഴയ വീടൊക്കെ കുത്തനെയുള്ള വീടായിരുന്നു, അമ്പലങ്ങളെ പോലെയൊക്കെ. അതിൽ നിന്നൊരു മാറ്റം നമ്മളെ ആൾക്കാർ വന്നതിന്റെ ശേഷമാണ് ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് ഒരു തട്ടിയെടുത്തതാണ് ഇത് നമ്മളെ ആൾക്കാർ നോക്കാത്ത കൊണ്ട് പറഞ്ഞു. അപ്പൊ ആ അതില് ശരിക്കും അപ്പൊ അങ്ങനെ പഴയ അതില് നമ്മളെ ആൾക്കാരായിരുന്നു അത് കൊണ്ട് നടന്നിരുന്നത്. പറഞ്ഞ ചോദ്യം ശരിക്കും തിരിഞ്ഞില്ല കേട്ടോ. നമുക്ക് പറഞ്ഞ ആശാരിമാരുടെ അളവ് കാര്യങ്ങൾ ഇപ്പൊ വാസ്തു എന്ന് തന്നെ വന്നു തന്നെ ഈ വാസ്തു പുരുഷനിൽ നിന്നാണ്. അതിന്റെ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലയം, അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാലാക്കിയിട്ട് ഒരു രൂപം വാസ്തു പുരുഷൻ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളത് അനുസരിക്കരുത്, അംഗീകരിക്കരുത്, അത് തന്നെയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പക്ഷെ പൊതുവായിട്ട് ഈ വീട് നിർമ്മാണങ്ങളും കൊട്ടാരങ്ങളൊക്കെ മുസ്ലിങ്ങൾ എല്ലാത്തരും വളരെ ആഡംബരമായിട്ട് അവർ ചെയ്തു പോരുന്നത് കൊണ്ട് അതിൽ ഒരുപാട് വാസ്തു ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ശംഖുമുഖത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അവരൊരു ഇതില് പിന്നെ കടന്റെ ഓരത്തുള്ളതില് ഉള്ളിൽ കിടന്ന ആ ബിൽഡിംഗ് ഉള്ളിൽ കിടന്ന ഓംകാരം അവിടെ എന്തെന്ന് പറയണം. സത്യത്തിൽ അത് ശരിക്കും സൂക്ഷ്മമായി നാം ശ്രദ്ധിച്ചാൽ ഒരു ഓംകാരം ഉണ്ടാകും. അതായത് അതൊരു വാസ്തു ശില്പിന്റെ കഴിവാണ്. അതായത് ശരിക്ക് ഈ ശബ്ദങ്ങളൊക്കെ പല രൂപത്തിലാവുന്നത് ചെറിയ ഹോളിൽ കൂടെ, അതേപോലെ തന്നെ ഹോളിന്റെ വലിപ്പങ്ങളനുസരിച്ചുകൊണ്ട് എയർ പോകുന്ന സമയത്താണ് ഇതിന്റെ ശബ്ദങ്ങൾ വ്യത്യാസപ്പെടുന്നത്. അതുകൊണ്ട് അതേപോലെ ഇത് പിന്നെ ഈ വാസ്തു ശാസ്ത്ര വിദഗ്ധരുടെ കാറ്റിന്റെ ദിശയനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് താജ്മഹൽ കണ്ടിട്ടില്ലേ, താജ്മഹൽ നിന്ന് അതിൽ ഉള്ളില് പിന്നെ അത് ഉണ്ടാക്കിയ ആളിന്റെ എന്താണ് കലവിരുദ്ധാണെന്ത് അത് നിത്യേന അതിൽ ചെറിയ തോതിൽ വെള്ളം വരിക എന്നുള്ളത്. അത് ശരിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വാസ്തുവിന്റെ കഴിവാണ്. അങ്ങനെ പണ്ടത്തെ രാജാക്കന്മാരും മറ്റവരൊക്കെ ഈ വാസ്തുവിൽ മറ്റുള്ളവരെ മത്സരിക്കുകയായിരുന്നു. വാസ്തു പ്രകാരം ഡിസൈൻ കൊടുക്കുക, അതിന്റെ ജനലുകളും അതേപോലെ തന്നെ വായുവിന്റെ ദിശ മനസ്സിലാക്കി അതിന്റെ സ്ഥലങ്ങളും അതേപോലെ തന്നെ ഈ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ നിജപ്പെടുത്തുക, അതൊക്കെ അവരുടെ കയറുന്നു. പക്ഷെ ഇസ്ലാമൊന്നും അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സത്യം നമുക്കിതിന്റെ അളവും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിലെന്തെന്ന് വെച്ചാല് ഈ അളവുകളൊക്കെ ക്രമം തെറ്റിയിട്ട് ചില വീടുകളിൽ നാം നോക്കുമ്പോൾ അളവുകളൊക്കെ ക്രമം തെറ്റിക്കിടക്കുന്നതുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ 4-4 അല്ലെങ്കിൽ 10-10 എന്ന് പറയുന്നതിന് വിപരീതമായി വേറെ രീതിയിലുള്ള ഈ 10-10 എത്താതെ, അല്ലെങ്കിൽ 4-2 294 സെന്റിമീറ്റർ രീതിയിൽ എത്താതെ, അല്ലെങ്കിൽ നീളത്തിലെത്താതെ അങ്ങനെയുള്ള റൂമുകളിൽ 5-6 സെന്റിമീറ്റർ കൂടുമ്പോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാണുന്നു. നമ്മളത് മാറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ വിഷയം കറക്റ്റ് ആവുന്നു. അതുകൊണ്ട് മാറ്റിയത് കൊണ്ടാണ് അങ്ങനെ അസുഖം വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ മാറ്റുമ്പോൾ അസുഖം ഭേദമാകുന്നുണ്ട്, അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അത് തെളിവായിട്ട് ഈ കണക്ക് നമ്മൾ പിടിക്കുന്നു എന്നുള്ളൂ. എല്ലാവരും ആശാരിമാര് പറഞ്ഞതാണ് ശരിയെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, അത് അംഗീകരിക്കാൻ പറ്റൂല. ഇതിന് നമുക്ക് കഅബ 4 ഗുണങ്ങളായതുകൊണ്ട് 12 ഗുണങ്ങളായതുകൊണ്ട് കഅബയുടെ നിർമ്മാണം നമുക്കത് ഉൾക്കൊള്ളാം. അങ്ങനെ ഒരു ആശ്വാസത്തിലാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും ജാഫറിന്റെ സംശയങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ അൻവരി ഉസ്താദ് മറുപടി നൽകി. ജാഫറിന് തൃപ്തിപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ അബു അയാസിന് മൈക്ക് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് നെറ്റ് സ്ലോ എന്തോ കാരണമാണ് എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റാരും ഇല്ല എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ അൻവരി ഉസ്താദിനെ നന്ദി അറിയിക്കുകയാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ.
അല്പസമയമാണെങ്കിലും പെട്ടെന്ന് ആയതുകൊണ്ട് ഓക്കെ, നമ്മള് പിന്നെ ക്ലാസ് നമ്മളായിട്ട് തുടങ്ങിയതല്ല, പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ വന്നപ്പോൾ നമ്മളങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അനുവദിച്ചു. നമ്മൾ റെക്കോർഡിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും സംശയക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലേ? ഉണ്ടെന്നാ മനസ്സിലാകുന്നത്. പിന്നെ നിങ്ങൾ ഈ ആശാരിമാരുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് ജാഫർ സാഹിബ് ഇങ്ങനെ പറയരുത്. അതല്ല നമ്മുടെ ഒരു രീതി. ആശാരിമാര് ഏതോ രൂപത്തിൽ പോകട്ടെ. നമ്മുടെ ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും നമ്മൾ പറയുന്നത് നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ള വാസ്തുശില്പി എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലാണ് ഉസ്താദ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതല്ലാതെ നമ്മുടെ ആശാരിമാരുടെയും മറ്റ് മുസ്ലിങ്ങൾ നടത്തുന്ന പൂജാകർമ്മങ്ങളും ആ ഒരു നിലക്കല്ല നമ്മുടെ ഒരു ഉത്തരം കിട്ടുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള രീതിയിലൂടെയാണ് നമുക്ക് എങ്ങനെ വീട് നിർമ്മിക്കാം എന്നുള്ളതൊക്കെയാണ്, കിണറ് കുഴിക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞു തരിക. അതല്ലാതെ ആശാരിമാരുടെ ആ രീതിയിൽ നമ്മൾ ഇവിടെ ചർച്ച നടക്കൂല. ആശാരിമാരുടെ രീതിക്ക് നമ്മളിവിടെ ഒരു വീട് വെക്കാനും ഉസ്താദന്മാർ പറയൂല. അപ്പൊ അതുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആശാരിമാരാരെങ്കിലൊക്കെ വിളിച്ചു വരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങുക, അതല്ലാതെ വേറെ നിർവാഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഏതായാലും അസ്റൂസും ജാഫർ മന്നിലും വീണ്ടും റീസാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യം ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ ആശാരിമാരെ അംഗീകരിക്കാതല്ലാതെ എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു ഇതേമാതിരി കുറെ ബുക്കുകളൊക്കെ വാങ്ങി വായിക്കായിരുന്നു. അപ്പൊ നമ്മളെ ബുക്കുകൾ വായിച്ച് എന്റെ പരിചയത്തിൽ ഒരു ആശാരി ഉണ്ട് ഇതിന്റെ കഥ. അപ്പൊ അയാളോട് ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ ജ്യോതിഷ് മറ്റേ വാസ്തു. അപ്പൊ മൂപ്പര് ഞാൻ ഒരു ചിത്രം പറഞ്ഞിങ്ങനെ ഒരു പുരുഷനാണ്. അപ്പൊ വെള്ളം ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷ സങ്കല്പം കണ്ണിൽ കുത്തിയാലല്ലേ വെള്ളം വരിക. അപ്പൊ ആ സ്ഥാനത്താണ് കിണറിന്റെ സ്ഥാനം കാണുക. അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാൻ ആശാരിമാരെ കൊന്നൊന്നല്ല. ഞാൻ അങ്ങനെ മൂപ്പർ കാരണം ഞാൻ ഈ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചിക്കാരുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ അങ്ങനെ ഇതില്ല, അന്നങ്ങനെ ഇതായിരുന്നു. പിന്നെ ഉസ്താദ് നമ്മള് ഒരു വീട് വെക്കുമ്പോ ഒരു നമസ്കാരം മുറി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് വടക്ക് വശത്ത് ഉണ്ടാക്കാൻ നല്ലത്, അതോ പടിഞ്ഞാറ് തെക്ക് വശത്താണ് ഏറ്റവും നല്ലത്? കേൾക്കുന്നുണ്ടോ? അൻവർ ഉസ്താദിന്റെ പൈസയായി പോയത്? അൻവർ ഉസ്താദ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഏതായാലും ചോദ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വരിക, റിസാൻ ചെയ്ത് വരും. ഇവിടെ സംബന്ധമായിട്ട് ചോദ്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ റിസാൻ ചെയ്ത് മൈക്കിട്ടുണ്ടാവും. മൈക്കിൽ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഞാൻ ഇപ്പോഴാണ് റൂമിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വിഷയമാണ് ഈ വാസ്തുവിനെ കുറിച്ചുള്ള ഒരു വിഷയം. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊരു ചോദ്യം നമ്മുടെ നൂർ ഫൈസി ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അറിവില്ല എന്നാണ് അറിയിച്ചത്. അത് പിന്നീട് ക്ലാസ് റൂമിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ക്ലാസ് റൂമിൽ കേൾക്കാൻ പറ്റിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വാസ്തുവിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നതെന്ന്. കേൾക്കുന്നില്ല? അപ്പം കേൾക്കുന്നുണ്ടോ? അപ്പോഴേ ഞാൻ കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ഥലം 7 സെന്റ് സ്ഥലം
അപ്പം സ്ഥലം ഞാൻ വാങ്ങുകയും അതിൽ ഒരു വീടിനുള്ള തറ ഉണ്ട്. അപ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ വാപ്പയോടാണ് ഞാൻ ആ സ്ഥലം വാങ്ങിയത്. അപ്പൊ അവര് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അവരുടെ എന്റെ സുഹൃത്തിന്റെ അനിയൻ വേറെ ഒരു സ്ഥലം വാങ്ങിയപ്പം അതിന്റെ അടുത്ത് തന്നെ അവനും വീടുണ്ടാക്കണം എന്ന കാരണം പറഞ്ഞിട്ടാണ് ഇത് വിൽക്കുന്നത്. ഏതായാലും ഞാൻ അത് വാങ്ങി. എനിക്ക് ആ സ്ഥലത്തിനോട് താല്പര്യം ഉണ്ടായപ്പോൾ ഞാൻ വാങ്ങി. പക്ഷെ എന്റെ വീട്ടുകാർക്കും എന്റെ ഭാര്യ വീട്ടുകാർക്കും ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്തിനോട്. ഞാന് നമ്മളെ ഒരു ഉസ്താദിനോട് പോയി അന്വേഷിച്ചു. ഉസ്താദിനോട് ഇങ്ങനെ നോക്കുന്ന ഒരു ഉസ്താദിനോട് പോയി അന്വേഷിച്ചു. ഇങ്ങനെ സ്ഥലം വാങ്ങുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സ്ഥലം കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ്, ഇന്ന ആളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളി, നല്ല സ്ഥലമാണെന്ന് അറിയിച്ചു. അങ്ങനെയാണ് ഞാൻ ആ സ്ഥലം വാങ്ങുന്നത് തന്നെ. പിന്നീട് സ്ഥലം വാങ്ങിയതിനു ശേഷം എന്റെ ഉപ്പക്കൊരു സംശയം, വാസ്തുപരമായിട്ട് അതിനെന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അതിന് നോക്കിക്കണം, ആശാരിനെ കൊണ്ടുവന്ന് നോക്കിക്കണം എന്നറിയിക്കുകയും ചെയ്തു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലേ എന്നുള്ള നിലക്ക് ആയിക്കോട്ടെ നോക്കിക്കോ, കുഴപ്പമില്ല. അയാൾ വന്ന് നോക്കിച്ചോ പറഞ്ഞു, ഈ വീട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല, ഈ വീട് പൊന്തൂല, അങ്ങനെ ആവൂല, ഇങ്ങനെ ആവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം? അത് ഇതിന്റെ കിടപ്പ് ശരിയല്ല, പടിഞ്ഞാറ് കിഴക്കായിരിക്കണം വീടിന്റെ, പിന്നെ അതിന്റെ ഇത് കോണായിട്ടാണ്. ഏകദേശം കോണായിട്ടെന്ന് പറഞ്ഞാൽ ഇത് കിബിലക്കാണ്. പിന്നെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം കിബിലക്ക് കണക്കായിട്ടാണ് വീടുള്ളത്. അത് അങ്ങനെ കോണിലുള്ളത്. അപ്പൊ നമ്മള് ഇപ്പം ഞാൻ കോഴിക്കോടാണ്. അപ്പൊ നമ്മള് പിന്നെ മലപ്പുറം വാഴക്കാട് എന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഏകദേശം പടിഞ്ഞാറിൽ നിന്ന് തെറ്റിയിട്ടാണല്ലോ കിബില. അപ്പൊ ഏകദേശം ആ ലെവലിലാണ് വീടിന്റെ ലെവലുള്ളത്. അപ്പൊ ആ സ്ഥിതിക്ക് പിന്നെ ആ വീട് പിന്നെ ചെരിഞ്ഞുകൊണ്ടാണ്, അതിന്റെ സ്ഥാനം ശരിയല്ല. അതിന് എന്താണ് ഈ കന്നിമൂല എന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല, ഇങ്ങനെ ആക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ തൊട്ടടുത്തുള്ള വീട് അതേ രീതിയിൽ ഉണ്ടാക്കി. അപ്പൊ അയാൾ പറഞ്ഞു, ആ വീട് ഒരു 35 കൊല്ലത്തിന് പിന്നെ കൊല്ലം വരെ നിലനിൽക്കുള്ളൂ, അതിനു ശേഷം ആ വീട് നിലനിൽക്കൂല, നശിച്ചു പോകും, അവിടെയുള്ള ആൾക്കാർക്ക് മരണം സംഭവിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ ആശാരിയോട് പറഞ്ഞു. ഞാൻ അത് കേട്ടു. ഞാൻ ഓരോട് പറഞ്ഞു, ഇപ്പനോട് പറഞ്ഞു, അയാൾ പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കേട്ടോട് അയാളോട് ഞാൻ ഒന്ന് രണ്ട് തർക്കത്തിലും ഞാൻ ചോദിച്ചു. പിന്നീട് പ്രായമുള്ള ആളാണ് അയാള്, അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കി. പിന്നീട് എനിക്കിങ്ങനെ ഞാൻ വീണ്ടും പിന്നെ ഞാൻ ഗൾഫിലേക്ക് വന്നു, റിയാദിലേക്ക് വന്നു. ഞാനിപ്പം ഞാൻ വീടുണ്ടാക്കുന്ന കാര്യം വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഒന്നും കൂടി നോക്കിച്ചിട്ട് ചെയ്താൽ മതി, എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ കൺഫ്യൂഷനായി ഈ കാര്യത്തിൽ. ഇതിനെ പോലെ തന്നെ പല ആൾക്കാരും ഇതേപോലെയാണ്. വീടുണ്ടാക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അറിവില്ല. കാരണം അറിവില്ല എന്നാല് നമ്മളെ നാട്ടില് ഈ ഇങ്ങനത്തെ ആശാരിമാരാണ് കുറ്റിയടിക്കൽ വീടിന്. അവര് പറയുന്നത് പോലെ ഇപ്പൊ എന്റെ വീട് തന്നെ പിന്നെ ഊർക്കടവ്, നിങ്ങൾക്കറിയാം, ഊർക്കട് കാശി മുസ്ലിയാർ പ്രഗത്ഭ പണ്ഡിതനായിരുന്നു അദ്ദേഹം വീട്, കിണർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ടാണ് പല നമ്മളെ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും, മിക്കവാറും ആൾക്കാരും, മുജാഹിദുകൾ വരെ വീടുണ്ടാക്കാനും കിണറുത്താനും വരെ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചിട്ടാണ് വീടുണ്ടാക്കലും ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹം വന്ന് കുറ്റിയടിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വീടുണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങള് പിന്നെ ഒരിക്കലും നമുക്ക് ബാക്കിലേക്ക് റൂം ഉണ്ടാക്കണം എന്നുള്ള തോന്നലുണ്ടാക്കി ഒരു ആശാരിയെ കാണുകയും ആശാരിനോട് കുറ്റിയടിക്കാൻ പറയുകയും ആശാരി കുറ്റിയടിച്ചവൻ പറഞ്ഞു വീടിന്റെ ഇത് ശരിയല്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ അതുപോലെ തന്നെ ആക്കി കൂട്ടി ചെയ്തതിന്റെ ശേഷമാണ് എന്റെ വീട്ടുകാർക്ക് അതിലൊരു മതിപ്പ് തോന്നിയതും അവരുടെ അഭിപ്രായങ്ങൾ ആ രീതിയിലാവാനും കാരണം. എനിക്ക് ഉസ്താദ് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ പിന്നെ എനിക്ക് അവരുടെ താല്പര്യങ്ങൾ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഞാനത് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചോദിച്ചറിഞ്ഞാലും എനിക്ക് പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഞാൻ അറിവ് കിട്ടിയത്. ഇസ്ലാമികപരമായിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വീട് വെക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ 1-2 വീടുകൾ ഇതേപോലെ നിർമ്മിച്ചിട്ട്
അതിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീടുകൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. അപ്പൊ അത് കാണിച്ചിട്ടാണ് എന്റെ വാപ്പ എന്നോട് പേടിപ്പിക്കുന്നത്. അങ്ങനെ വീടുണ്ടാക്കിയിട്ട് അവിടുത്തെ വാപ്പ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ ആശാരിമാരുടെ ഈ വർത്താനം കേട്ട് എനിക്കൊരു താല്പര്യം, എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം നമ്മള് മുസ്ലിമാണല്ലോ. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ മുസ്ലിമാണ്. അപ്പൊ നമ്മള് വീടുണ്ടാക്കുന്ന അതിന് ഞാൻ കേട്ടത് ചില സ്ഥലങ്ങളിൽ ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാവും, ശൈത്താന്റെ ശല്യം ഉണ്ടാവും. ശൈത്താൻ വസിക്കുന്ന സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കാൻ പാടില്ല, പള്ളി നിർമ്മിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പള്ളിയും നിസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് തെളിവൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒരു നല്ലൊരു മറുപടി എനിക്കും ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കും പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഒരുപാട് സമയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ചോദ്യം എന്താണെന്ന് പോലും പിന്നെ അതും ചെറിയ സൗണ്ടോളും. അപ്പൊ ചോദ്യം ചോദിക്കുന്ന ആളുകൾ വ്യക്തമായിട്ട് ആ ചോദ്യം മാത്രം എന്ന് ചോദിച്ചാൽ ഉസ്താദിന് മറുപടി പറയാൻ എളുപ്പമാവും. ഉസ്താദ് കേൾക്കുന്നില്ലെന്നാണ് നേരത്തെ ടെസ്റ്റ് എടുത്ത് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കന്നിമൂലയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലെ, കന്നിമൂലയാണ്. അപ്പൊ അയൽവാസി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ ഉപ്പ അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഒരുപാട് സമയം വിശദീകരിച്ചത് എന്ന് മനസ്സിലായത്. ഏതായാലും ഉസ്താദ് മറുപടി പറയാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ടല്ലോ അല്ലെ? ഇത് കന്നിമൂലിയാണ് പ്രശ്നം പറഞ്ഞു, പക്ഷെ കന്നിമൂലി എന്താണ് വന്നിക്കണെന്ന് പറഞ്ഞില്ല. അഷ്റഫ് ഉസ്താദ് എന്റെ ഇതില് അബ്ദുൽ ഖാദർ അൻവരി എന്നതില് നിങ്ങളുടെ സംശയങ്ങളൊന്ന് ഒന്ന് അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മറുപടി പറയായിരുന്നു. കാരണം എന്തൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കന്നിമൂല പ്രശ്നം, പിന്നെ സ്ഥലത്തിന്റെ കോണിനെ സംബന്ധിച്ചെന്തോ അങ്ങനെ അത് കേട്ട പോലെ തോന്നി. കന്നിമൂലയിൽ ബാത്റൂം ആണെങ്കിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരമൊന്നും നമുക്ക് അവിടെ ബാത്റൂം വരാൻ പാടില്ല എന്നൊരു കർശന ബുദ്ധിയൊന്നും പറയാൻ കഴിയില്ല. മറിച്ച് അവിടെ ഈ ബാത്റൂം വരുമ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതവിടുന്ന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം ഒന്ന് തെറ്റിക്കാൻ വേണ്ടി അതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ ഒരു റൂമും കൂടി എടുക്കുമ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു മുജറബ്. നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്കുള്ള ഒരു അനുഭവം ഇതേ ഉള്ളൂ മുജറബായിട്ട്. അല്ലാതെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം അവിടെ ബാത്റൂം വരാൻ പറ്റില്ല എന്ന് ആരെങ്കിലും കർശനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അബദ്ധമാണത്. ഇസ്ലാമിക കാഴ്ചപ്പാട് അങ്ങനെയില്ല. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് അങ്ങനെ ഇല്ല എങ്കിലും ആ ഭാഗത്ത് ഈ ബാത്റൂം, അതുപോലെ ബാത്റൂമിന്റെ കുഴികള്, വേസ്റ്റ് കുഴികള്, ഇതൊക്കെ വരുമ്പോൾ അവിടെയുള്ള ചില വീട്ടുകാർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് മാറ്റുമ്പോൾ അത് ശരിയാവുന്നുമുണ്ട്. പക്ഷെ അത്ര ഉള്ള ഒരു മുജറബായ കാര്യം നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ സ്ഥലം കോണായി കിടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഒരു വീടിന്റെ ദിശ കറക്റ്റായിരിക്കണം. ഒന്ന്, അതായത് പടിഞ്ഞാറിൽ നിന്ന് 21 അല്ലെങ്കിൽ 22 ഡിഗ്രിന്റെ അപ്പുറം ഒരു വീട് തെറ്റി നിന്നു കഴിഞ്ഞാൽ ആ വീടിലേക്കുള്ള വായു സഞ്ചാരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നാലായിട്ട് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ മൂലകളിൽ കറക്റ്റായി നാം വീട് വെക്കുക. നമുക്കിനി കിബിലയിലേക്ക് ആക്കണമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് 21 അല്ലെങ്കിൽ 21.5 ഡിഗ്രി തെറ്റിക്കുക. അതിനപ്പുറം കോണായി വെച്ചു കഴിഞ്ഞാൽ വീടിലേക്കുള്ള വായു സഞ്ചാരങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആ വീട് താമസിക്കുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇനി വാല് പോലെയുള്ള സ്ഥലം എന്തോ സൂചിപ്പിച്ച പോലെ തോന്നി ചെറുതായിട്ട്. അതെന്താ ചോദ്യം മനസ്സിലായില്ല. ഇനി വാല് പോലെയുള്ള സ്ഥലം തന്നെയാണെങ്കിൽ ആ സ്ഥലത്തിനെ നമ്മൾ സ്ക്വയറായി അതിർത്തി തിരിക്കുക. അതിർത്തി തിരിച്ചിട്ട് ഒരു വീട് നിൽക്കാൻ പാകത്തിലുള്ള സ്ഥലമാക്കി സ്ക്വയറാക്കുക. ബാക്കിയുള്ള സ്ഥലം നമ്മൾ അതിർത്തിയിൽ നിന്ന് മാറ്റിയിട്ടിട്ട് വീടിന്റെ വളപ്പ് കറക്റ്റായ സ്ക്വയറാക്കി മാറ്റുക. അതിനിപ്പോ പോകാൻ വഴിയുള്ളൂ. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ. ഞാൻ പുറത്തു പോയിന്ന്
നമ്മളിപ്പോ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പൊ നമസ്കാര മുറിയൊക്കെ ആയിട്ട് പടിഞ്ഞാറ് വടക്ക് വശത്താണ് ആ മൂലയിലാണ് നല്ലത്, അതായത് നമ്മുടെ കിബില അതേമാതിരി തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നല്ലത്, ഏറ്റവും നല്ല നമസ്കാര റൂമായിട്ട് കിടക്കാം? അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതിപ്പോ നമ്മള് വീട്ടിലിപ്പോ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു ചെറിയ നിസ്കാര റൂമായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് പടിഞ്ഞാറ് വടക്ക് വശത്താണോ നല്ലത്, പടിഞ്ഞാറ് തെക്ക് വശത്തായിട്ട് മൂലയിലാണോ നല്ലത്? ചില ആൾക്കാർ പറയും പടിഞ്ഞാറ് തെക്ക് വശത്തെ മൂലയാണ് ഏറ്റവും നല്ലത്, ചില ആൾക്കാർ പറയും പടിഞ്ഞാറ് വടക്ക് വശത്തെ മൂലയാണ് നല്ലത്. അത് ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിലിപ്പോ നിങ്ങളുടെ ചോദ്യം നിസ്കാര റൂം വരുന്നത് പടിഞ്ഞാറ് വടക്ക് മൂലയിലാണോ നല്ലത്, പടിഞ്ഞാറ് തെക്ക് മൂലയിലാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ആണല്ലോ അല്ലെ? ചോദ്യമല്ലേ ജാഫർ മുന്നിൽ? അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇതില് ഈ വാസ്തുവിൽ പറയുന്നതൊക്കെ ഈ പൂജാ റൂം എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരു സ്ഥലം, അത് ഏറ്റവും ഉത്തമം അവർ കണക്കാക്കുന്നത് വടക്ക് കിഴക്കും പിന്നെ തെക്ക് പടിഞ്ഞാറുമാണ്. നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇന്ന ഭാഗത്ത് റൂമാണ് അഫ്ളല്, ഇന്ന ഭാഗത്ത് വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ തീരെയില്ല. മറിച്ച് നമുക്ക് സൗകര്യപ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതാണ് ഒന്ന് നല്ലത് മാത്രം. കാരണം പടിഞ്ഞാറിനെ ആ ഭാഗത്ത് മുന്തിക്കുക, അതിന്റെ മുന്നിൽ വേറെ ഒരു മറ ഇല്ലാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ തന്നെ വേണമെന്നോ തെക്ക് പടിഞ്ഞാറ് വേണമെന്നോ അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ആവണമെന്നോ അതൊന്നും നമ്മുടെ പ്രകാരമില്ല. നാം നിസ്കരിക്കാൻ നിൽക്കുന്നത് പടിഞ്ഞാട്ടാണല്ലോ. അതിന് ഏത് വശത്ത് നമുക്ക് നിസ്കാര റൂം വെച്ചാലും അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയാണ്. അതിന് പ്രകാരം പ്രത്യേകിച്ച് പറയുന്നില്ല. മറിച്ച് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ബാത്റൂമിന്റെ തൊട്ടിപ്പുറത്താവുക, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാര റൂമിന്റെ മുകളിൽ ബാത്റൂം ആവുക, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ തെക്ക് കിഴക്കാണ് നമ്മൾ നിസ്കാര റൂം വെച്ചെങ്കിൽ അതിന് മുകളിൽ ഒരു ബാത്റൂം ഉണ്ട്, അത് നാം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മുന്നിലൊരു ബാത്റൂം ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താക്കണമെങ്കിൽ ഉത്തമം. അല്ലാണ്ട് ഇന്ന ഭാഗത്തെ നിസ്കാര റൂം വരാൻ പറ്റുള്ളൂ എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അങ്ങനെയൊന്നുമില്ല. പടിഞ്ഞാറ് ഇനി ഒരു അസറുള്ള നിലക്ക് അങ്ങനെ മുന്തിക്ക് അത്രേ പേര് പറയാൻ പറ്റുള്ളൂ. വീടിന്റെ മുഖം ഏത് ഭാഗത്ത് കാണണം എന്നുള്ള കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? വീടിന്റെ മുഖം ഏത് ഭാഗത്തേക്കാവണം എന്നുള്ള ഇതുണ്ടോ? പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഉത്തമം എന്നുള്ള അങ്ങനത്തെ എല്ലാം ഉണ്ടോ? അത് തെക്ക് ഭാഗത്തേക്കാല വടക്ക് ഭാഗത്തേക്കാല അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ? നേരത്തെ ഞാൻ കിബിലമാർ ചോദിച്ചിരുന്നു, അതിന് ഉസ്താദ് മറുപടി തന്നു ചെയ്തു. അതൊന്ന് സ്വീകരിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം എന്തിനും കിബില മുന്തിക്കുന്നതുകൊണ്ടും കിബിലയെ നാം മാനിക്കുന്നത് കൊണ്ടും നമുക്ക് സത്യത്തിൽ നമുക്ക് വീടിന്റെ മുഖം കിബിലക്കാക്കലാണ് ഒന്നാമത്തെ ഉത്തമം. ഹിന്ദുക്കളുടെ ആചാരപ്രകാരം വാസ്തു ശാസ്ത്രപ്രകാരമൊക്കെ വീടിനെ അവർ മുന്തിക്കാറുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ശാസ്ത്രീയ വശം നോക്കുമ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം നാം ചെയ്യുന്നു എന്ന് പിടിക്കാൻ പാടില്ല, അവിടെ ശിർക്ക് വന്നുകൂടും. മറിച്ചൊരു ശാസ്ത്രീയമായ നിലക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ കിഴക്കിട്ട മുഖം പടിഞ്ഞാറിനേക്കാൾ ഒന്നുകൂടി നല്ലതാണ്. കാരണം ഈ ഉദിച്ചു വരുന്ന സൂര്യന്റെ ആ ചൂടിന് ക്യാൻസർ പോലത്തെ അതിനെ തടുത്തു നിർത്താനുള്ള ഒരു പ്രകൃതിപരമായിട്ടൊരു ശക്തി കിട്ടും. അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പിത്തം പോലത്തൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെ ഒരു പെറ്റുറഞ്ഞുള്ള കുട്ടികളെയൊക്കെ ആ സൂര്യന്റെ ആ ഇളം വെയില് കൊള്ളിക്കാറുള്ളത്. അതേപോലെ തന്നെ കൂടുതലായും കാറ്റിന്റെ ദിശ കിഴക്ക് നിന്നായതുകൊണ്ട്
നമുക്ക് വായു സഞ്ചാരങ്ങളൊക്കെ കൂടുതലായി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കിഴക്കിട്ട് പോകാതിരിക്കാം. അല്ലാതെ ഹിന്ദുക്കളുടെ പ്രകാരം സൂര്യഭഗവാനെ ആരാധിക്കാനും സൂര്യഭഗവാന് എഴുന്നേറ്റ് വന്നാൽ കാണാനും വേണ്ടി കിഴക്കോട്ട് മുഖമാക്കണം, കിഴക്ക് തിരിഞ്ഞാക്കണം എന്നൊരാശ നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അത് ശിർക്ക് തന്നെയാണ്. നമുക്ക് പടിഞ്ഞാട്ട് മുഖം ഉത്തമം തന്നെയാണ്. ശാസ്ത്രീയപരമായിട്ട് ഈ സൂര്യന്റെ പ്രകാശവും കാറ്റും നല്ലൊരു വെളിച്ചവും ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിലും നമ്മുടെ സിറ്റ് ഔട്ട് റൂമിലേക്കൊക്കെ കിട്ടണമെങ്കിൽ ശരിക്ക് കിഴക്കോട്ടാക്കലാണ് നല്ലത്. അതിന് ശാസ്ത്രീയപരമായിട്ട് അത്രയേ ഉള്ളൂ. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം പടിഞ്ഞാട്ട് തന്നെ ആവണമെന്നോ അതില്ല, കിഴക്കോട്ട് തന്നെ ആവണമെന്നും ഒന്നും അതുമില്ല. മറിച്ച് ഈ അതുപോലെ തന്നെ തെക്കോട്ട് വീടുണ്ടല്ലോ, തെക്കോട്ട് വീടുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ ചെറിയ ഇങ്ങനെ എന്താ പറയാ, ഈ ആയം വയം നോക്കുന്ന പോലെ വീട്ടിൽ വരുമാനം പിന്നെ കൂടുതലാണെങ്കിലും അത് എങ്ങനെ ചെലവഴിച്ചു എന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഈ തെക്കോട്ട് വീടുള്ള ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുമ്പോ പരിശോധിച്ച് നോക്കുമ്പോ ഈ അവരുടെ ഈ വാസ്തുവിലൊക്കെ പറഞ്ഞ പ്രകാരം തെക്കിട്ടൊക്കെ വലിയൊരു ഉത്തമമില്ല. നമുക്ക് ആദ്യം പടിഞ്ഞോട്ടാക്കുക, അതെല്ലാം നിങ്ങൾ കിഴക്കോട്ടാക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ പഴയ വീടുകൾക്കൊക്കെ അടുക്കള അതിലെ അടുപ്പ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് കത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതില് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും വശമുണ്ടാകും. അത് പണ്ടുള്ള വീടുകൾ ഏത് നോക്കിയാലും, പക്ഷെ ഇപ്പൊ അതൊന്നും കേട്ടോ. അതേസമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് കത്തിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. കിഴക്ക് ഭാഗത്തേക്ക് പണ്ടത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചാല് മിക്കവാറും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ള കത്തിക്കുന്നത്. അതിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും വാസ്തുതൊക്കെ പോട്ടെ, വേറെന്തെങ്കിലും അതുകൊണ്ട് പ്രത്യേക വല്ല ഉപകാരം. ഏറ്റവും ചുരുങ്ങിയത് പണ്ടൊക്കെ വിറക് കത്തിച്ചിട്ടാണല്ലോ. അപ്പൊ ഈ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാവുമ്പോ അല്ലെങ്കിൽ ആ കിഴക്ക് ഭാഗത്തേക്കായിട്ട് അടുപ്പാവുമ്പോ പെട്ടെന്ന് വിറക് കത്തിക്കിട്ടുക എന്നുള്ള ആ ഒരു ചെറിയ ഒരു കാര്യമെങ്കിലും അതുകൊണ്ട് ഉണ്ടോ, അതുകൊണ്ടായിരുന്നു അന്നുള്ളവർ അങ്ങനെ ചെയ്തിരുന്നത് എന്നതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും സുന്നല്ലേ? മകന്റെ ഖിറാഅത്ത് നന്നായിരുന്നു, നന്നായി ഇഷ്ടപ്പെട്ടു. എന്തായാലും അവന് ഒരു ഹാഫിളാക്കി മാറ്റുക. ഖിറാഅത്ത് കേട്ടപ്പോ തന്നെ മനസ്സങ്ങ് നിറഞ്ഞേക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ച ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ചോദിച്ചത്, വടക്ക് കിഴക്ക് മൂലയിൽ ആളുകൾ പണ്ട് മുതൽക്ക് അടുക്കള വെച്ചു വരുന്നു, അതിന് വാസ്തു പോട്ടെ ശാസ്ത്രീയമായി വല്ലതുണ്ടോന്നാ ചോദിച്ചത്. അതില് ശരിക്ക് ശാസ്ത്രീയപരമായിട്ടെന്ന് പറയുമ്പോ ഈ പ്രകാശം ഒന്ന് ശരിക്കും ആദ്യം കിട്ടുക. ഇപ്പൊ ഇതിൽ ഒരു അള്ളാഹു വിജയ് പറഞ്ഞ ഇതിന്റെ ഒരു പണ്ഡിറ്റുണ്ട്, അള്ളാഹു വിജയ്. അദ്ദേഹമായിട്ട് നമ്മൾ കുറെ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ അവരുടെ ഈ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങൾ പറയുന്നത്, ആദ്യമൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ ശുദ്ധിയായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതൊരു ശരിയാണ്. പക്ഷേ ജനാബത്തോടുകൂടി ഒരു ചായ വെക്കാൻ പാടില്ല, ചോറ് തിന്നാൻ പാടില്ല, അങ്ങനെ അത് ഹറാമാണ് എന്നൊന്നും നമ്മുടെ ഇല്ല. എന്നാൽ ഹിന്ദുക്കളുടെ പ്രകാരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താവിന് കൂടെ കഴിഞ്ഞ് ബന്ധപ്പെട്ട് എഴുന്നേറ്റ് കിടന്നാൽ കുളിച്ച് കുരി തൊട്ട് പിന്നെ സൂര്യഭഗവാനെ വണങ്ങി തീ കത്തിക്കണം എന്നൊക്കെയാണ് അവരുടെ ഒരു ആചാരം. അങ്ങനെ വരുമ്പോ അടുക്കളയിൽ വന്ന് പണ്ടത്തെ നായന്മാര് ബ്രാഹ്മൺസൊക്കെ ശരിക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യഭഗവാനെ അടുക്കളയിൽ നിന്ന് ധ്യാനിച്ച ശേഷമേ അവരെന്ത് ചെയ്യുള്ളൂ, അടുക്കളയിൽ തീ കൂട്ടാറുള്ളൂ, അടുക്കളയിൽ കയറാറുള്ളൂ. അതുമാത്രമല്ല, ഈ നമ്മുടെ കേരളത്തില് പണ്ട് മുതലൊക്കെ ഈ വടക്ക് കിഴക്ക് മൂലയിൽ കൂടുതലായി ഈ കിണർ വരുന്നതുകൊണ്ട് ഈ ആളുകളൊക്കെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള സംവിധാനം ആക്കിയിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കിഴക്ക് ഭാഗത്തേക്ക് കൂടുതലാക്കുന്നത്. ശരിക്കും ശാസ്ത്രീയപരമായിട്ട് ചിന്തിച്ചാൽ കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചാൽ റൂമിൽ കൂടുതൽ പുക ചുറ്റുമെന്നൊരു സംശയമില്ല. കാരണം കിഴക്കുന്നാണ് കൂടുതലും കാറ്റടിച്ചു വീശുക. നമ്മുടെ റൂമിലൊക്കെ ശരിക്കും കാറ്റടിച്ച് വീശിയാൽ കിഴക്ക് ഭാഗത്ത് വിറകിട്ട് കത്തിക്കുന്ന അടുപ്പാണെങ്കിൽ
അവിടെ ജനലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ റൂമിൽ മുഴുവൻ എന്തുണ്ടാകും, പിന്നെ ഈ പറഞ്ഞ പുക ചുറ്റും. മറിച്ച് പുകയില്ലാത്തടത്ത് വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാണ്ട് അതിന് വേറൊരു ശാസ്ത്രീയപരമായിട്ടൊന്നും നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, സൂര്യന്റെ ആ പ്രകാശം നമുക്ക് കിട്ടും. സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ഒരു വെളിച്ചം, ഒരു രാവിലെ തന്നെ ഒരു വെളിച്ചം കാണുന്ന ഒരു ഉന്മേഷം, അതിലപ്പുറമായിട്ട് ശാസ്ത്രീയപരമായിട്ട് ഒന്നുമില്ല. സൂര്യന്റെ ആ ഇളമ്പിൽ തട്ടുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ലതാണെന്ന് ശാസ്ത്രീയപരമായിട്ട് ഡോക്ടർമാരൊക്കെ പറയലുണ്ട്. ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയപരമായിട്ട് ഗുണം എന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളോട് മുൻകൂറായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പിന്നെ അബ്ദുൽ ഖാദർ അൻവരി എന്നുള്ള ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. വീട് ഉണ്ടാക്കുന്ന കാര്യത്തില് നമ്മുടെ ഫിഖ്ഹിലെ ഒരു കുട്ടി ജനിച്ചതല്ല, ജനിക്കുന്നതിന്റെ മുന്നിൽ മരിക്കുന്നവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വീടുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇന്ന രൂപത്തിലായിരിക്കണമെന്നോ, അല്ലെങ്കിൽ അതിന്റെ റൂമിന്റെ വലുപ്പങ്ങളോ, അല്ലെങ്കിൽ ഭാഗങ്ങളോ, അല്ലെങ്കിൽ മൂലകളോ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ടോ? അതോ നമ്മൾ ഈ അന്യമതസ്ഥരുടെ ഈ ആചാരങ്ങൾ ഉൾക്കൊള്ളുകയാണോ? അസ്സലാമു റഹ്മത്തുള്ളാ. ഈ വീട് നിർമ്മാണത്തെ കുറിച്ച് മുമ്പ് കഴിഞ്ഞ 2 ദിവസം ഇന്നലെ മിഞ്ഞാന്നിട്ട് പറഞ്ഞിരുന്നു, കേൾക്കണ്ടല്ലോ അല്ലെ? ഈ വീട് നിർമ്മാണത്തെ കുറിച്ചിട്ട് ഇസ്ലാമിൽ കുറെ സൂചനകളുണ്ട്. സൂചന എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം വീടിന് വേണ്ടിയിട്ട് സ്ഥലമാണ് തിരഞ്ഞെടുക്കുക. സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്ഥലം എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാമിൽ സൂചനയുണ്ട്. അതായത് സ്ഥലങ്ങൾക്ക് ലക്ഷണമുണ്ട്, അപലക്ഷണവുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. 3 കാര്യങ്ങളിലാണ് ലക്ഷണവും അപലക്ഷണവും. അതൊന്നാണ് പിന്നെ അതിൽ പറഞ്ഞ ഒന്നാണ് വീട് എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ സ്ഥലം നിർണ്ണയിക്കുന്ന കാര്യത്തില് എന്ത് ചെയ്യണം? സ്ഥലത്തില് ഈ പിശാചുണ്ടോ, അല്ലെങ്കിൽ പിശാചിന്റെ വാസസ്ഥലമാണോ, പിശാചിന്റെ പോക്ക് വരവുണ്ടോ എന്നൊക്കെ നോക്കി സ്ഥലം നിർണ്ണയിക്കണം. മാത്രമല്ല, ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് പള്ളി എവിടെ കെട്ടണം എന്നതിൽ തർക്കമുണ്ടായിരുന്നു. ആ തർക്കം പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞത് ഒട്ടകം മുട്ടുകുത്തിയവിടെ റസൂലുള്ളാഹി തങ്ങൾ പള്ളിക്ക് സ്ഥലം നിർണ്ണയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊരു സൂചനയാണ്. സ്ഥലം നിർണ്ണയിക്കണം, അത് സ്ഥലം നിർണ്ണയിക്കൽ പ്രധാന ഘടകമാണ് എന്നാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മുമ്പ് 2 ദിവസം മുമ്പ് പറഞ്ഞതുപോലെ സ്ഥലത്തില് പിശാചിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ അത് മോശമായ സ്ഥലമാണ്. പിന്നെ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പ്രകാരം തന്നെയാണെങ്കിലും സ്ഥലത്തില് ഈ ഖിയാർ ഉണ്ടല്ലോ, ഖിയാർ മജ്ലിസിന്റെ വിഷയം പറയുന്നവിടെ ഫത്തുൽ മുഈനിലൊക്കെ പറയുന്ന ഒരു കാര്യം, അവിടെ പിശാചിന്റെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച സ്ഥലത്തിന്റെ അടുത്ത് പിന്നെ പട്ടാള ക്യാമ്പുണ്ട്, അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്താൽ അതിനെ കുരങ്ങന്മാർ കൃഷിയെ നശിപ്പിക്കും, അങ്ങനെയൊക്കെ വന്നാൽ സ്ഥലം നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഖിയാർ ഉണ്ട് എന്ന് ഫത്തുൽ മുഈൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാവുന്നത് സ്ഥലം തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ അത് പക്കയായിരിക്കണം, അത് നോട്ടത്തിൽ അപാകതകളൊന്നും ഇല്ലാത്ത സ്ഥലമാവണമെന്ന് ഇസ്ലാം കാഴ്ചപ്പാടുണ്ട്. പിന്നെ അതുമാത്രമല്ല, പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകന്മാരൊക്കെ നിർമ്മാണത്തിൽ നല്ല കഴിവ് തെളിയിച്ച ആളുകളാണ്. കമാനങ്ങളൊക്കെ നിർമ്മിച്ച ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇതിൽ പ്രോത്സാഹനം കൊടുക്കാനിരിക്കാനുള്ള കാരണം നമുക്ക് ദുനിയാവില്ലല്ലോ, ആഖിറമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ദുനിയാവില് വീടുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കാരണം നമുക്ക് വേണ്ടത് ആഖിറമാണ്. ഇവിടെ ഉള്ളതൊക്കെ ഒരു കൃഷിസ്ഥലമാണ് ദുനിയാവ്. അതുകൊണ്ട് ഇവിടെ സുഖത്തോടുകൂടി ജീവിക്കാൻ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ, അതായത് അൽ മസ്കൽ വാസിഉ, ഒരു വിശാലമായ വീട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് നമുക്ക് വേണ്ട വീട്, ആ വീട് പിന്നെ നമുക്ക് പര്യാപ്തമായ വീടെന്ന് അർത്ഥം, അല്ലാണ്ട് വലിയ കൊട്ടാരം എന്നൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ സമ്പത്തിനനുസരിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസുഫ് അലിക്ക് ചെറിയൊരു ഓലക്കരയിൽ കിടന്നാൽ അദ്ദേഹത്തെ സമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല.
അപ്പൊ അദ്ദേഹത്തെ സമ്പത്തിനനുസരിച്ചു കൊണ്ടുള്ള സമ്പത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ നമ്മുടെ ഭാര്യമാരെ മക്കളെ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാക്കുക എന്നാണ് ഈ മസ്കൽ വാസികൾ എന്നുകൊണ്ട് നിരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക എന്നല്ല. അതുകൊണ്ട് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല. പ്രോത്സാഹനം തരുന്നില്ല എന്നേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാനൊരു വീടുണ്ടാക്കി വീട്ടിൽ. ഞങ്ങൾക്കാകെ 18 സെന്റ് സ്ഥലം പിതാവിന്റെ ഓഹരി വെച്ചപ്പോ കിട്ടിയതായിരുന്നു. അപ്പൊ അതൊരു ഉയർന്ന സ്ഥലവും കുറച്ചൊരു താഴ്ന്ന സ്ഥലവും. അപ്പൊ ആ താഴ്ന്ന സ്ഥലത്തിൽ കണക്കാക്കി ഉയർന്ന സ്ഥലം ലെവൽ ചെയ്തു വീട്ടിന് വേണ്ടിയിട്ട്. വീടിന്റെ ഒരു ചതുരളവിൽ റെഡിയാക്കി. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നവരെ സ്വന്തമായിട്ട് വീട്ടിൽ അതിനെ വരച്ചു കൊടുത്തു വിട്ടു നാട്ടിൽ. അപ്പൊ അത് പ്രകാരം അടിയിൽ നിലയുടെ പണി നമ്മൾ ഫസ്റ്റ് എടുത്തു. നല്ല കറിയൊക്കെ കെട്ടി ഫസ്റ്റ് ഒരു 2 ബെഡ്റൂം, വലതു ഭാഗത്തൊരു ബെഡ്റൂം, ഇടതു ഭാഗത്ത് നടുക്കൊരു ഹാള്, അതിന്റെ നടുക്ക് ചെറിയ ഒരു ബാത്റൂം, പിന്നെ ചെറിയൊരു പാസേജ്, അപ്പോഴത്തേക്ക് ഒരു സൈഡിലെ കിച്ചണിന് വന്ന് കൊടുത്തു. അപ്പൊ കുറ്റിക്കാനായിട്ട് കൊടുത്തപ്പോ കുറ്റിക്കാരൻ എന്ത് ചെയ്തു, അതിന്റെ അടുക്കളന്റെ ഷേപ്പും കിടന്റെ ഷേപ്പെല്ലാം മാറ്റി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് നല്ലത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഒരു സൗകര്യം കുറവായിട്ടാണ് തോന്നി. അപ്പൊ കുട്ടിക്കാരൻ പറഞ്ഞു ഇതാണ് എന്റെ ഒരു കണക്കിന് യോജിക്കുക, ഇപ്പൊ ഇതാണ് നല്ലതെന്നുണ്ട്. അപ്പൊ അതേ പ്രകാരം ആ കണക്കിന് പ്രകാരം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ 58 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേലെടുക്കണം തോന്നി. മേലെടുക്കാൻ നോക്കിയപ്പോ പിന്നെ വലിയ കോലായി ഉണ്ടായിരുന്നു, വലിയ കോലായി. ആ കോലായും വീടൊക്കെ കൂട്ടി വലിയൊരു ഹാള് മേലെ ഉണ്ടാക്കി. ഈ ബാത്റൂമും മേലെയുള്ള അടിയിലത്തെ ബെഡ്റൂമും ബാത്റൂമും കൂട്ടിയത് ഒരു ബെഡ്റൂമും മറ്റേ സൈഡിലെ ബെഡ്റൂമിന്റെ അതേ ചേക്കിൽ വേറൊരു ബെഡ്റൂം ഉണ്ടാക്കി. പുറത്ത് വന്ന ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ബാത്റൂം ഉണ്ടാക്കി. അപ്പോ അയാൾ പറഞ്ഞു വെച്ചാല് അതിന്റെ ഷേപ്പ് കംപ്ലീറ്റ് താഴത്തെ ഷേപ്പിൽ നിന്ന് നേരെ വിപരീതമായ ഷേപ്പിലാണ് മേലെ വന്നത്. കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ചിലർ പറയാതൊരു സുഖം പോരാ. തങ്ങളെ കൊണ്ടോ നോവിച്ചു, ഞങ്ങളെ കൊണ്ടോ നോവിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാല് തങ്ങളോട് ചോദിച്ചു, തങ്ങൾ വെച്ചാല് പ്ലേനും കാണിച്ച് തങ്ങൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഇത് ഒരു വീട്ടിന് വേണ്ടി വെച്ചാൽ ഫ്രണ്ട് ഡോറിൽ നിന്ന് കടക്കുന്ന വായു നേരെ പുറത്തേക്ക് പോകാനുള്ള ഹോളുണ്ടാവണം വീടിന്. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയുക, എത്ര പ്രശ്നമാണ്? ഹലോ, അസ്സലാമു അലൈക്കും. അൻവരി DC ആക്കണം. അൻവരി കേൾക്കണ്ട? അബ്ദുള്ള 9070 എന്ന ഐഡിയുള്ള ആള് ചോദിച്ചത് നിങ്ങൾ കേട്ടോ? അൻവരി DC ആണോ? കേൾക്കണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്തിക്ക്. അബ്ദുള്ള 9070 എന്ന ഐഡിയുള്ള ആള് ചോദിച്ചത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അബ്ദുൽ ഖാദർ അൻവരി കേൾക്കണില്ല. DC ആയിട്ടുണ്ടോ അറിയില്ല. ഓക്കെ, അബ്ദുള്ളക്കന്നെ വൈകിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചൊന്നും ഉസ്താദ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതായാലും സഹോദരന്മാരെ, നല്ല ഒരു ക്ലാസ്സാണ്. നമുക്ക് പലതും അറിയാത്ത പലതും നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോ ആൾക്കാരെടുത്തും ഇത്തരത്തിലുള്ള വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. പിന്നെ നമുക്കുള്ള സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുക. ഈ പഠിക്കുന്ന വിഷയം ഒരാൾ പറഞ്ഞു വരുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു തരാൻ നമ്മളൊരു അക്കീദുണ്ടല്ലോ, നമ്മളൊരു അക്കീദത്തിൽ നിരക്കുന്നതാണെങ്കിൽ നമ്മൾ സ്വീകരിച്ചാൽ മതി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഈ കുറ്റിക്കാരനോടും അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വരച്ചിട്ട് ഇതിനെ കൊടുത്താൽ ഇങ്ങനെ ആക്കി വീട് വേണ്ടിയത് അത് പ്രകാരമാണ് കണക്കുണ്ടാക്കി തന്നു. അതുപോലെ പഞ്ചായത്ത് കൊടുത്ത് പ്ലാൻ ഉണ്ടാക്കി വീട് വെച്ചു. അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഒരു വിഷമവുമില്ല. അപ്പൊ അതില് എന്തെല്ലാം കണക്കാ നേരത്തൊന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മളൊരു രൂപം പറഞ്ഞു ഇങ്ങനെങ്ങനെയാ വേണ്ടത്. അതിൽ ചെറിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അതുപോലെ ഇങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ കിണറിന്റെ സ്ഥാനവും അതുപോലെ തന്നെ അടുക്കളന്റെ ആ ഷേപ്പും അദ്ദേഹം മാറ്റി. പക്ഷെ ആ ഷേപ്പ് മാറ്റിയതോടുകൂടി എന്താ വെച്ചാൽ
നമ്മളൊരു കാഴ്ചപ്പാട് അതൊരു സൗകര്യം കുറഞ്ഞു പോയില്ല നമുക്ക് തോന്നി. അവിടെ സ്ഥലം നമുക്കൊരു വേസ്റ്റായ പോലെ തോന്നി. അപ്പൊ അങ്ങനെയൊക്കെയാണ് അൽഹംദുലില്ലാഹ്. ഏതായാലും സഹോദരന്മാർ നിങ്ങളെന്നെ കേൾക്കുന്നത് ഉസ്താദ് കേൾക്കുന്നില്ല, അൻവരി ഉസ്താദ് കേൾക്കുന്നില്ല. അതിന് വേറെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത മൈക്കിലേക്ക് വരണമെങ്കിൽ മൈക്കിലേക്ക് വരാം. ശരി, അപ്പൊ അയാൾ മങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ബൗൺസ് ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹ് ഉസ്താദ് തന്നെ കുറച്ചുകൂടി സമയം നമുക്ക് ലൈവായിട്ട് കൊണ്ടുപോകാൻ. അസ്സലാമു അലൈക്കും. അബ്ദുൽ ഖാദർ അൻവരി വെറും അൻവരി മാത്രമല്ല, അദ്ദേഹം എഞ്ചിനീയറാണ്, സിവിൽ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വാസ്തു മറ്റു കാര്യങ്ങൾ മുത്തര പറയണമെന്ന് മാത്രം, അതിനൊന്നും അംഗീകരിച്ചിട്ടല്ല. അങ്ങനെ സംഭവം ഉണ്ടല്ലോ, വാസ്തു മറ്റു വിമർശമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം അതുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരണം. അതിന്റെ പുറമെ ഇസ്ലാമിക കാഴ്ചപ്പാട് പറയുന്നു. അതിലൊക്കപ്പുറം നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇസ്ലാമിക കാഴ്ചപ്പാട് എടുക്കുന്നതിന്റെ പുറമെ പിന്നെ ശാസ്ത്രം, വാസ്തുവും മറ്റൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതല്ല. അതേസമയത്ത് നമുക്ക് അറിയാതെ ഇപ്പൊ എന്താ, ഒരു എഞ്ചിനീയർ ആകുമ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ തറ എങ്ങനെ വേണം, ഇന്ന സ്ഥലത്ത് എത്ര അടി താഴ്ചയിൽ തറ പണി കഴിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ല എന്താ സംഭവിച്ചാൽ നമ്മൾ അബദ്ധത്തിൽപ്പെട്ടു പോകും. വിവരമില്ലാത്തവര് ഒരു പണിയെടുപ്പിക്കുമ്പോൾ അതിൽ ചൂഷണം ചെയ്യും. അപ്പൊ അങ്ങനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ സംശയമുള്ളതൊക്കെ അൻവരിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മുപ്പര് വന്നിട്ടുണ്ട്, അത് DC ആയതായിരിക്കും. അപ്പോ അബ്ദുള്ളഖാന്റെ ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ചാൽ നന്നാവും. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നെറ്റ് പോയതാട്ടോ, എന്താ ചെയ്യാ, നെറ്റ് ഇടക്കിടക്ക് ഇവിടെ പോവും, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉസ്താദിന്റെ അബ്ദുള്ള 1970 എന്ന ID ഉസ്താദ് എന്താ പറഞ്ഞൊന്നും കേട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ വന്നതാണ്. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലിപ്പോ എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാല്, നമ്മുടെ കൗമ് വാസ്തു എന്ന ഒരു വിശ്വാസത്തിന്റെ പിന്നാലെ ആശാരിമാരുടെ കൂടെ കൂടരുത്, അത്രയ്ക്ക് ഉദ്ദേശമുള്ളൂ. നമുക്ക് ശാസ്ത്രീയപരമായിട്ടും അല്ലെങ്കിൽ കഅബ കണക്ക് പ്രകാരമൊക്കെ നമുക്ക് വീട് നിർമ്മിക്കാം. അത് തന്നെ ഇനിയിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കണക്ക് പ്രകാരം നോക്കുമ്പോൾ ആശാരിമാരുടെ കണക്കിന്റെ അതേ കണക്ക് ഞാൻ അൻവരി കോളേജിലെ സമ്മേളനത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവർക്ക് അങ്ങനെ വിശ്വാസം കൊടുക്കാലോ. ഒരു ക്രിസ്ത്യാനി നമ്മോട് പറയുകയാണ്, കർത്താവായ ദൈവമേ എന്റെ അസുഖം നീ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനി കർത്താവിന് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ്. എന്നാൽ നമുക്ക് കർത്താവിന് അള്ളാഹുവിനെ ഉദ്ദേശിക്കാലോ. ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊരു കൂലി കിട്ടുന്ന കാര്യമായിരിക്കും. മറിച്ച് ക്രിസ്ത്യൻസിന്റെ പ്രകാരം ക്രിസ്ത്യൻസ് നമുക്ക് പറഞ്ഞു തന്നു നമ്മൾ ചെല്ലുകയാണെങ്കിലോ, നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിലോ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആശാരിമാരുടെ മുഴുവൻ കണക്കുകളും അള്ളാഹു എന്ന ആ മഹാശക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കണക്കുകളെ കൊണ്ടൊക്കെ ആശാരിമാരുടെ അതേ കണക്കുകൾ നമുക്ക് എടുക്കാൻ കഴിയും എന്ന ഒരു തിയറി അൻവരി സമ്മേളന ക്ലാസ് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ കൂടെ ലൈവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിപ്പിക്കുമ്പോൾ ആചാര്യന്മാരുടെ വിശ്വാസം ഹൈന്ദവരുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ആ കണക്ക് പിടിക്കണമെന്നൊന്നും ഇസ്ലാമിക കാഴ്ചപ്പാടല്ല. അങ്ങനെ ആരും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ, ഒരു വീടിന്റെ നമുക്ക് ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നു. അത് അവിടെ കൊടുക്കുന്ന സമയത്ത് കോൺട്രാക്ടുകാർ എങ്ങനെയും അവർക്ക് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി നോക്കുക. അപ്പോൾ ലാഭകരമായ രീതിയിൽ എങ്ങനെ വീട് ഉണ്ടാക്കാം
എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അത് കറക്റ്റ് ആക്കി തരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടാവെന്ന് ചോദിക്കുന്നു. എനിക്ക് 18 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു കുറച്ച് ഉയർന്ന സ്ഥലവും താഴ്ന്ന സ്ഥലവും. അപ്പൊ ആ സ്ഥലത്തിന് വീടുണ്ടാക്കാനുള്ള ആ പൊസിഷനിൽ മാത്രമുള്ള സ്ഥലം ഞങ്ങൾ എന്ത് ചെയ്തു, മണ്ണെടുത്ത് മാറ്റി ലെവൽ ചെയ്ത് ഒരു പ്ലോട്ടായിട്ടുള്ള സ്ഥലമാക്കി. അതിനുശേഷം ഫ്രണ്ട് കൂടി റോഡ് പോകുന്നുണ്ട്. അപ്പൊ റോഡിന് കണക്കാക്കിയിട്ട് റോഡും വെട്ടി മറ്റേ റോഡിനെ കൊള്ളും. അത് വടക്ക് മുഖമായിട്ടാണ് ആ റോഡിന്റെ നിൽപ്പുണ്ടായത്. അപ്പൊ അതിനടുത്തായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു പ്ലാന് വരച്ചു നാട്ടിൽ കൊടുത്തു വിട്ടു. അവിടുന്ന് ഒരു ആശാരിന്റെ അടുത്ത് കൊടുത്തു. ആശാരി കണക്ക് ഇതുണ്ടാക്കി. നേരെ വീട്ടിൽ നേരെ സെൻട്രലായിട്ടൊരു ഹാളിന്റെ വലതു വശത്ത് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും, അതിന്റെ ഹാളിന്റെ ഇടതുവശത്ത് ഒരു ബെഡ്റൂമും ഒരു കിച്ചണിലേക്ക് വെള്ളം പാസേജും. അങ്ങനെയായിരുന്നു അടിയിലത്തെ വീട്ടിന്റെ ഷേപ്പ്. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സ്റ്റെയർവേ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അടുക്കളയും കുളിമുറിന്റെ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തിരുന്നു. അവൻ വേറെ ഷേപ്പിലേക്ക് അതിന് ഞാൻ നല്ലതെന്ന് പറഞ്ഞു. ആളുകളെ മാറ്റി. അങ്ങനെ ഞങ്ങൾ വീടുണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു 5-6 വർഷം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മേലെ എടുക്കണം. മേലെ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ആ പഴയ സ്റ്റെപ്പിൽ തന്നെ അവിടെ പഴയ തൂക്കിൽ തന്നെ മേലെ റൂം ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്ര അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട, ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഈ ഫ്രണ്ടില് വലിയ വിശാലമായ കോലായുണ്ട്. ആദ്യത്തെ വീടിന്റെ ഹാളും കോലായിന്റെ പകുതി കൂടിയിട്ടുള്ള വിശാലമായ ഹോളുണ്ടാക്കി. താഴത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്റൂമും കൂട്ടിയിട്ടുള്ള വലതുവശത്ത് രണ്ടും കൂട്ടി വിശാലമായ റൂമാക്കി. ഇടതുവശത്തെ ബെഡ്റൂമിന് പകരം ബെഡ്റൂം, ബാത്റൂം വേറെ സൈഡിലുണ്ടാക്കി. പിന്നെ മേലെ ചെറിയ ഒഴിഞ്ഞു വന്ന ചെറിയ ബാൽക്കണി ഉണ്ടാക്കി. അപ്പൊ ആ ഷേപ്പെല്ലാം വന്നപ്പോ ചിലര് പറഞ്ഞ് താഴത്തുനിന്നും ഒന്നല്ലെങ്കിൽ മേലെ പറ്റൂല, തിരുവനന്തപുരത്താൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു തങ്ങളുണ്ട് എന്തൊക്കെ നോക്കുന്നത്, തുറാവ് തങ്ങൾ തങ്ങൾ. തങ്ങളെടുത്ത് പ്ലാൻ കൊണ്ട് കാണിച്ചപ്പോൾ ആള് പറഞ്ഞു ഫ്രണ്ടിലെ ഡോറിൽ നിന്ന് നേരെ പുറത്തേക്ക് ഏറെ പോകാൻ സൗകര്യം ഉണ്ടായാൽ മതി, ഡോക്ടർ ഒന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഉത്സാഹം എന്തെങ്കിലും ചെറിയ റേറ്റാകുമ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായത് ഒരു മധ്യസൂത്രത്തിന്റെ എന്തോ ഒരു ആവശ്യകത മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ഒരു മധ്യസൂത്രത്തിന്റെ സംബന്ധിച്ച് ഉള്ള ചർച്ചയിൽ കൂടെയാണോ അത് പോയത്? വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ മധ്യസൂത്രം എന്നുകൊണ്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തുറാബ് തങ്ങൾ പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ്. വീടിന്റെ ഫ്രണ്ടില് ഒരു ഏറെ കിടക്കുന്നത് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇപ്പോ സാധാരണ ഗതിയിൽ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഹാള് ഇരുവശത്തിന്റെയും സെന്ററിലാണല്ലോ, അതന്നെയാണ് മദ്യം. ആ മദ്യത്തിൽ കൂടെ ഒരു എയർ സഞ്ചാരം എന്നേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ശരിക്കും ഇതിന് ഡോക്ടർമാരോടൊക്കെ നമുക്കിന് ശാസ്ത്രീയപരമായി ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ റൂമുകളിൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ മുമ്പൊക്കെ ഓട് വരിയായതുകൊണ്ട് എയർ നന്നായി എയർ സർക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ വാർപ്പിന്റെ വരിയായതുകൊണ്ട് എയറുകൾ കടക്കാത്തതുകൊണ്ട് ചെറിയൊരു എയർ ഹോളെ മുകളിലിടുന്നുള്ളൂ. അപ്പൊ ഈ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടുതൽ കാറ്റിന്റെ ദിശയായതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ശുദ്ധവായു കിട്ടാനുള്ള ഒരു പര്യാപ്തമായ ഒരു അവസ്ഥ ഉണ്ടാവും അവിടെ. അതാണ് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ഹിന്ദു വാസ്തു പ്രകാരം കിഴക്കുന്ന പടിഞ്ഞാറിലേക്ക് 2 റൂമിന്റെ ബിൽഡിങ്ങിന്റെയും മധ്യപ്രകാരം ഒരു മധ്യസൂത്രം വേണമെന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. പക്ഷെ നമുക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രീയപരമായിട്ട് എയർ സർക്കുലേഷൻ കറക്റ്റായി നടക്കാൻ വേണ്ടി കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഹോൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു ഒഴിവുണ്ടാകുക എന്നത് അത്രേ ഇതിന് നമുക്ക് ഉൾക്കൊള്ളേണ്ടതുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഹാളിൽ നിന്നാണ് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകുന്നതും കോണിയുടെ ഇതൊക്കെ പറഞ്ഞിരുന്നു അല്ലേ സാറേ? അതെ, ഓക്കെ.
അപ്പൊ അതിൽ നിന്ന് നാം ശ്രദ്ധിക്കുന്ന കാര്യം അറിയോ? ഇപ്പോ സാധാരണഗതിയിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് എന്തിനും ഒരു മറയാണ്. ആ മറന്റെ ഗൗരവം വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട്. ആണുങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട് പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റ് ഔട്ടിൽ ആളുകൾ വന്നാൽ ഹാളിലേക്ക് ഇരുത്താതെ തന്നെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വിടാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് എങ്കിൽ ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും അതുപോലെ തന്നെ കോണിക്കൂടൊക്കെ ആക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. മറിച്ച് ചെറിയൊരു സിറ്റ് ഔട്ടും ഹാളിൽ വന്ന ആളുകളെ ഹാളിൽ ഇരുത്തേണ്ട അവസ്ഥയുമാണെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ബെഡ്റൂമിലേക്കും പോകാൻ പറ്റൂല, കിച്ചണിൽ വന്നിട്ട് അവരുടെ പിന്നെ രണ്ടാം നിലയിലേക്കും പോകാൻ പറ്റൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഈ അവസ്ഥ ഒഴിവാക്കാൻ നമുക്ക് നിർബന്ധമാണ്. അതിന് ചെയ്യേണ്ട ഒരു മാർഗം, ഹാളിൽ നിന്ന് ഒരു ഡൈനിങ് ഹാൾ എടുക്കുക. ആ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും കോണിയും ഒരു സംവിധാനമാണെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഹാളിലേക്കോ അന്യപുരുഷന്മാർ വരുന്നവിടേക്ക് വരേണ്ട കാര്യമില്ല. അവര് അടുക്കളയും ആ ഡൈനിങ് ഹാളായിട്ട് ഒതുങ്ങിക്കൊടും. അത്തരത്തിലുള്ള ഒരു റൂമുകളാണ് നമ്മുടെ ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഹാളിൽ നിന്ന് തന്നെ ബെഡ്റൂമിലേക്കും ഒക്കെ പോകുമ്പോ ഒരു സ്വകാര്യത ഉണ്ടാവൂല. ബെഡ്റൂമിൽ കിടക്കുന്ന ആളുകൾക്കും ഒരു സ്വകാര്യത ഉണ്ടാവൂല. എല്ലാം ഹാളിൽ നിന്ന് പോകുന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഒരു 10 കുളത്തിന്റെ അല്ലെങ്കിൽ 9 കൊമ്പതിന്റെ ഒരു ഡൈനിങ് ഹാള് തിരിച്ച് അതിൽ നിന്ന് ബെഡ്റൂമിലേക്കും കോണിയൊക്കെ കൊടുക്കുന്നൊരവസ്ഥ കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ ഒരു 700 സ്ക്വയർ ഫീറ്റുള്ള വീടിന് ഇപ്പൊ ഏകദേശം എത്ര ചെലവ് വരും പണി കഴിയുമ്പോക്കിന്? അപ്പൊ വീട് ഇങ്ങനെ കൊല്ലം നോക്കി വീട് കയറ്റാൻ എത്ര പൈസ വേണമെന്ന് പറയണ്ടേ? അപ്പൊ എത്ര രൂപ ഏകദേശം ഒരു 700 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ചെറിയൊരു വീടാണല്ലോ, അതിന് എത്ര രൂപ ചെലവ് വരും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ടല്ലോ അല്ലേ? 700 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോഴേ വീട് പണി തന്നെ 2-3 സൈസിൽ വീട് പണിയുന്നുണ്ട്. സാധാരണ തേച്ച് വീടെല്ലാം വൃത്തിയാക്കി ടൈൽസ് ഒട്ടി വീടുകളിൽ പുട്ടിയിടുക, എന്നിട്ട് പ്രൈമർ അടിച്ച് പെയിന്റ് അടിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ ചുരുങ്ങിയത് വരും. അല്ലാതെ ഒരു ആവറേജ് പണി ഒരു പുട്ടിയിടാതെ സാധാ ഒരു സ്ക്വയർ ഫീറ്റ് 35 രൂപ വില വരുന്ന ടൈൽസ് ഇടുക, അങ്ങനെ ഒരുപാട് ഹൈ ലെവലുമല്ല ഒരുപാട് താഴ്ന്ന ലെവലുമല്ല എങ്കിൽ അവിടെ 8,40,000 രൂപയോളം നിങ്ങൾക്ക് 700 സ്ക്വയർ ഫീറ്റിന് വീട് പണിക്ക് വരും. പിന്നെ ഓരോ ഭാഗത്തെ കൂലിയും ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം വീടിന്റെ എമൗണ്ട് നമുക്ക് നിശ്ചയിക്കാൻ. എല്ലാവർക്കും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. എങ്കിലും ശരി, ഏത് ഭാഗത്താണെങ്കിലും നല്ല ഒരു സെറ്റപ്പിൽ ഒരു വീട് പണിയണമെങ്കിൽ 1700 രൂപയോളം സ്ക്വയർ ഫീറ്റിന് നൽകിയാൽ ഒരു പിടപ്പ് വീടുണ്ടാക്കാം. കുഴപ്പമില്ലാതെ ഏറ്റവും താഴ്ന്ന ഒരു സൈസ് വീടാണെങ്കിൽ ഒരു 1100 രൂപ സ്ക്വയർ ഫീറ്റ് തോതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും. എനിക്കറിയുന്ന താഴത്തെ ഷേപ്പിൽ നിന്ന് മേലെ ഷേപ്പ് മാറ്റിയല്ല, അതിലെന്തെങ്കിലും ദോഷമുണ്ടെന്ന് അറിയേണ്ടത്. അതാണ് മെയിൻ അറിയേണ്ടത്. താഴെ ഞാൻ പറഞ്ഞു വിശാലമായ കോലായി വീട്ടില് ഹാളും ഫ്രണ്ടിലെ കോലായും കൂടിയിട്ടാണ് മേലെ ഏറ്റവും വലിയ ഹാള് വരുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ദോഷമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാക്കാൻ മുന്നേ കേൾക്കുന്നു. കാരണം നമ്മൾ വീട്ടും ഫ്രണ്ടിലെ കോലായി, ആ കോലായി ഇന്നാണ് അകത്തെ ബെഡ്റൂം അകത്തെ ഹാളിലേക്ക് കയറുന്നത്. മേലെ ആ കോലായിന്റെ ബെഡ്റൂമിന്റെ അതേ അളവ് കോലായി കൂടി കൂടുന്നു മേലെ. എന്നിട്ട് ആ കോലായിന്റെ ബാക്കി വരുന്ന കഷ്ണത്തിലാണ് ചെറിയ ബാൽക്കണി ഉള്ളത്. അതിനെന്ത് താഴത്തെ അളവ് മേലെ അളവ് നമ്മൾ വ്യത്യാസം ചെയ്യുന്നുണ്ട്, ഹാളും എല്ലാം മാറുന്നുണ്ട്. അതിന് ദോഷമുണ്ടെന്നുണ്ടോ എന്നുള്ള അഭിപ്രായം. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ തങ്ങളെടുത്ത് പോയത്. അപ്പൊ തങ്ങൾ പറഞ്ഞത് മേലെ ഉള്ള വിൻഡോയിൽ നിന്നുള്ള വിൻഡോ കൂടി കാറ്റ് കടന്നാൽ നേരെ പോകാനുള്ള ഒരു വിൻഡോ വെച്ചാൽ മതി. അങ്ങനെ അഴക് വിൻഡോ വെച്ചിട്ടുണ്ട്.
ഓരോ ബെഡ്റൂമിന് താഴത്തെ 2 വിൻഡോ വെച്ചിരുന്നു. ഞങ്ങൾ മേലെ 3 വിൻഡോ വെച്ചു. കാരണം മേലെ പടിഞ്ഞാറുന്നുള്ള നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് 3 വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അതാണ് കരണ്ട്. താഴത്തെ അളവിൽ നിന്ന് മേലെ അളവിന് മാറ്റം, ഷേപ്പും അളവും മാറി. അതിനെന്തോ ദോഷമുണ്ട്. ചിലർ പറഞ്ഞു താഴത്തെ അതേ തന്നെ ആയിരിക്കണം, അതേ തൂക്കിൽ ആ മേലെ ഉണ്ടാക്കാൻ പറ്റും. അതാ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അത് ഉസ്താദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചേട്ടോ. ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. താഴത്തുള്ളത് പോലെ തന്നെ മുകളിലുണ്ടാവണമെന്ന് പറയുന്നത് കോൺട്രാക്ടർ വരെ പറയും. കാരണം അത്രയും വീട് വലുപ്പത്തിൽ പണിയാൻ എമൗണ്ട് കൂടുതൽ കിട്ടുമല്ലോ. അല്ലാണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടില്ല, അങ്ങനെ കാഴ്ചപ്പാടില്ല. വാസ്തുശാസ്ത്രത്തിലും അങ്ങനെ കാഴ്ചപ്പാടില്ല. നമുക്ക് നോക്കുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടാണ്, അത് തീരെ തന്നെയില്ല. ഇനി വാസ്തു നോക്കുകയാണെങ്കിൽ അതും അങ്ങനെയില്ല. നമുക്ക് താഴത്തുള്ള ആളിന് തന്നെ മുകളില് ക്രോസ് ബീം കൊടുത്തുകൊണ്ട് മുകളിൽ ബെഡ്റൂം ആക്കാം, താഴത്തെ ബെഡ്റൂമിനെ മുകളിൽ ഓപ്പൺ ടെറസായിട്ട് ഇടാം, അതെല്ലാം ചെയ്യാം. അല്ലാതെ നമുക്ക് മുകളിൽ എത്ര വേണോ അത് എടുക്കാന്നല്ലാതെ താഴത്തുള്ളവർ മുഴുവനായി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിയായ ഒരു നടപടിയല്ല. കാരണം പറഞ്ഞാല് നമുക്ക് നല്ലൊരു എലിവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തന്നെ താഴത്തുള്ളതിന് കുറെ മോൾ വശത്ത് കുറെ ഓപ്പൺ ടെറസുകളൊക്കെ ആയി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് കിട്ടുള്ളൂ. എലിവേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് നന്നായിട്ട് കിട്ടും. സാധാരണ താഴത്തുള്ളതിന് അത്ര തന്നെ മുകളിൽ എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് എലിവേഷൻ കിട്ടും. അല്ലാതെ ഉസ്താദിന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് താഴത്തുള്ളത് പോലെ തന്നെ മുകളിൽ എടുക്കണമെന്നില്ല. അതേപോലെ തന്നെ മുകളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അതായത് ഈ ബാത്റൂമിലൊക്കെ ശരിക്ക് ഒരേ ഫ്ലോറ് കറക്റ്റ് ചെയ്യാറുണ്ട് മിക്കവാറും ആളുകൾ. അത് ഒരു പ്രൊജക്ട് വർക്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണത്. ഒരേ നിലക്കെടുക്കുമ്പോ ബാത്റൂമിലെ വെള്ളം ടൈൽസിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ശരിക്ക് മറ്റുള്ള ഭാഗത്തിലേക്ക് ഇങ്ങനെ വരിക, അവിടെ ടൈൽസിന് അപാകത സംഭവിക്കുക. അതൊരു സമയത്ത് ബാത്റൂമിനെ മാത്രം ഒന്ന് താഴ്ത്തി വാർക്കാൻ പറ്റും. താഴ്ത്തി വാർത്താല് അതിന്റെ ഉള്ളിൽ ഈ PVC പൈപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായി കൊടുത്ത് ഒന്ന് കോൺക്രീറ്റ് ചെയ്താൽ, അത് സാധാരണ നാടൻ പണിക്കാർക്ക് അറിയുമെന്നറിയില്ല. ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് വർക്കുകൾ വലിയ വലിയ വില്ലകൾ ചെയ്യുന്നതുകൊണ്ട് അതിൽ നല്ല ആർക്കിടെക്റ്റിന്റെ ഡിസൈൻ ഉള്ള വില്ലകളാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ ബാത്റൂമൊക്കെ താഴ്ത്തി വാർക്കുമ്പോൾ, ബാത്റൂം സാധാരണ ഒരു 6 ഇഞ്ച് താഴ്ത്തി വാർത്താൽ 4 ഇഞ്ച് പൈപ്പിട്ട് മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്താൽ ആ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ സ്ഥലത്തിന്റെ ബിൽഡിംഗ് പണിയാൻ എത്ര രൂപ ചെലവാകും എന്നൊക്കെ ചോദിക്കുമ്പോ അതിൽ ചോദ്യകർത്താവിന് ആശങ്കയുണ്ടാവും. അവരുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്കത് സ്ഥലം എങ്ങനെയാണ്, അവരുടെ സ്വപ്നം എങ്ങനെയാണ്, എങ്ങനത്തെ വീടാണ്, പിന്നെ ഡിസൈൻ എങ്ങനെയാണ്, ഫ്ലാറ്റ് ആണെങ്കിൽ ചരിച്ചു വാർക്കുകയാണെങ്കിൽ ഇതിനൊക്കെ എമൗണ്ടുകൾ കൂടും. അതൊക്കെ ഓരോ എലിവേഷൻ അനുസരിച്ച് കൊണ്ടാണ് വീട് പണിക്ക് പൈസ കൂടുതലായി നിശ്ചയിക്കാൻ കഴിയുക. പിന്നെ ഉസ്താദ് മുമ്പ് ചോദിച്ച പോലെ മറ്റു ആളുകൾ ഉസ്താദ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. താഴത്തെടുത്ത പോലെ തന്നെ എടുക്കണമെന്ന് മുകളിലില്ല. മറിച്ച് താഴത്തൊക്കെ നമ്മൾ ബാത്റൂമും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ 3 വശങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അതുപോലെ സ്ഥലത്ത് നമ്മൾ മെയിൻ വാർപ്പിന് കമ്പി കെട്ടുമ്പോ ഈ 6 mm 8 mm കൂട്ടി കെട്ടാന്നല്ലോ. ചില ആൾക്കാരൊക്കെ 10 mm കമ്പി കൊടുക്കുന്നത് കാണാം. അതാണ് 8 8 കൊടുക്കാൻ നല്ലത്. അപ്പൊ നമ്മളവിടൊക്കെ അധികം ചില ആൾക്കാരൊക്കെ 6 8 അടുപ്പിച്ച് കെട്ടും, ആർക്കായിട്ട് കെട്ടും. മറ്റൊരു ചില 10 mm കൊടുക്കാണ് നല്ല ഉറപ്പുണ്ടാവുള്ളൂ പറഞ്ഞത്. അപ്പൊ ഏത് മുള്ള നല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതില് പ്രത്യേകം നിങ്ങൾ ഈ കമ്പി കെട്ടുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കരാറ് കൊടുത്തതാണെങ്കിൽ നമ്മള് 2 ഇഞ്ച് കരമാണ് എങ്കിൽ അതിന്റെ സ്ട്രെയിറ്റ് കമ്പി 8 mm, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കമ്പി ക്രോസ് ആയി ഇടുന്ന കമ്പി 6 mm ആവാം, അതിന് കുഴപ്പമില്ല. മറിച്ച് 4 ഇഞ്ച് കനമാണ് സ്ലാബെങ്കിൽ, അഥവാ 10 സെന്റിമീറ്ററാണ് സ്ലാബ് കനമെങ്കിൽ യാതൊരു കാരണവശാലും അതിൽ 6 mm കമ്പി കൊടുക്കരുത്. അതിൽ 8 mm കമ്പിയാണ് തിരിച്ചും മറിച്ചും കൊടുക്കേണ്ടത്. പിന്നെ റൂമിന്റെ വലിപ്പം അനുസരിച്ചിട്ട് 4 സൈഡ് ക്രാങ്ക് വേണോ
അല്ല 2 സൈഡ് ക്രാങ്ക് വേണം എന്നുള്ളതൊക്കെ അതായത് റൂമിന്റെ വലിപ്പം അനുസരിച്ച് നിശ്ചയിക്കേണ്ടതാണ്. മറിച്ച് 6 ഇഞ്ച് കനമാണ്. ചിലവരെയൊക്കെ പ്രൊജക്ട് വർക്കൊക്കെ ചിലപ്പോ 12 സെന്റിമീറ്റർ അല്ലെങ്കിൽ 13 സെന്റിമീറ്റർ ഒക്കെ സ്ലാബ് വാർക്കാൻ വേണ്ടി പറയും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ 10 ഇഞ്ച് കമ്പി കൊടുത്താൽ ഒന്നും കൂടി സ്ട്രോങ് കൂടും. അത് കൊടുക്കണം. സ്ലാബിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കമ്പിയുടെ കനത്തിലും എമ്മിലും വേരിയേഷൻ വരും. 4 ഇഞ്ചാണ് സാധാരണഗതിയിൽ നമ്മൾ വാർക്കുന്നത് കൊണ്ട് അതിൽ സിപ്സം കമ്പി ഒരിക്കലും ഇടാൻ അയക്കരുത്. ഇന്നത്തെ എംസാൻഡ് സാധാരണ റിവർ സാൻഡ് അല്ല, മണല് പുഴമണ്ണൊക്കെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് എംസാൻഡ് ഇട്ട് വാർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ 6 ഇഞ്ചിക്ക് 6 ഇഞ്ച് 15 സെന്റിമീറ്റർ ഇൻറ്റു 15 സെന്റിമീറ്റർ എന്ന തോതിൽ കമ്പി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ഇഞ്ചിൽ സിപ്സം കൊടുക്കാൻ അനുവദിക്കരുത്. ഉസ്താദ്, ഞങ്ങൾ ബാത്റൂം എടുത്തില്ല. മേലെ ബാത്റൂം, താഴത്തെ ബാത്റൂമും ബെഡ്റൂമും കൂടിയിട്ട് ഒരു വലിയ ബെഡ്റൂമാക്കി. ബാത്റൂമിനെ ഞങ്ങൾ ഇടതുവശത്തുള്ള ബെഡ്റൂമിന്റെ പുറത്ത് എന്ന് വെച്ചാൽ താഴത്തെ നിലയിലുള്ള ബാക്കിലെ ബാൽക്കണി ഉണ്ടാകുന്നു, ബാക്കിലെ കോലായിന്റെ നമ്മളാക്കി. ആ കോലായിന്റെ മേലുള്ള വാർപ്പിന് താഴ്ത്തിയിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കിയിട്ടാ കൊടുത്തു. ബാത്റൂമിന് സെപ്പറേറ്റാ. വീടായിട്ട് ഇപ്പം വരുന്ന ബെഡ്റൂമിലായിട്ട് അറ്റാച്ച് ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് പുറത്താണ്. ഒരു കാരണവശാലും ലീക്കാകാത്തന്നെയും വീട്ടിനുള്ളിൽ ലീക്കാവില്ല. കാരണം അത്രയ്ക്ക് സെറ്റപ്പാണ് ചെയ്തത്. കാരണം ഇതിന്റെ എഞ്ചിനീയറും പ്ലാനിങ്ങും ഞാനാണ്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട്, കാരണം ഇവിടെ വീടുണ്ട്, ഇവിടെ ഞങ്ങളുടെ മുതലാളിക്ക് കണ്ടതാണ് ബിൽഡിംഗ്. അവിടെ പോയി ലീക്കൽ ഇങ്ങനെ കണ്ടതുകൊണ്ട് അതിനെ എഴുതിയിട്ടുണ്ട്. ഇനി ലീക്കാകുമ്പോൾ തന്നെ ആ വെള്ളം പുറത്ത് വന്നു പോകാനുള്ള സംവിധാനമുണ്ട്. അത്രക്കും ബാക്കിലെ താഴത്തെ നിലയില് ബാക്കിലെ കോലായിന്റെ മുകളിലാണ് കൊടുത്തിട്ടുണ്ട്. അതും അവിടെ ഒരു വേറെ പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടാക്കിയത്, സ്റ്റാൻഡ് മുന്നാണ് കൊടുത്ത്. പിന്നെ ഇവിടെ ലീക്കാതെ തന്നെ സ്റ്റാൻഡ് മുല്ല വാർത്തിൽ വീടിട്ട് അന്ന് പുറത്തു പോകുമ്പോൾ അങ്ങനത്തെ സെറ്റപ്പിലാണ് ഉണ്ടാക്കി. കാരണം ഇവിടെ കണ്ട് ലീക്ക് എടുക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ ഇടയ്ക്ക് ലീക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഒരാളുടെ വീട്ടിൽ ബിൽഡിങ്ങിൽ. അപ്പോ ഇതിന്റെ എഞ്ചിനീയർ വർക്ക് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ പ്ലാൻ വെച്ചെടുത്ത് ഞാനാണ്. അതുകൊണ്ടാണ് എനിക്ക് സംശയം ഇങ്ങനെ മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് സംശയം വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദുകൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ വീടിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ വീടിന്റെ മോള് വശത്തേക്ക് എടുക്കുന്നതും കുഴപ്പമില്ല. അല്ലാതെ മറ്റുള്ളവർ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയ രീതിയിൽ ആരെങ്കിലും ഇഷ്ടം ഉണ്ടാക്കിയാല് അതൊന്നും ഉൾക്കൊള്ളണ്ട. അതൊന്നും നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരവും വാസ്തുപ്രകാരവും ഒരു കുഴപ്പമില്ലാത്തതാണ്. ഞാൻ സാധാരണഗതിയിൽ മോള് വശത്ത് ബാത്റൂം എടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ലീക്കുകൾ പലപടിയും ലീക്ക് ആയതുകൊണ്ട് പരാതി പറയുന്നത് കൊണ്ട് അതില് സാധാരണ ഒരു എഞ്ചിനീയേഴ്സിന്റെ ഒരു വർക്ക് ചെയ്യുന്നത് ബാത്റൂമിന്റെ സ്ലാബ് താഴ്ത്തി വാർക്കുന്ന ഒരു രീതി, എന്നിട്ട് കറക്റ്റായി PVC എല്ലാം അതിലിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന രീതി. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ലീക്ക് വരുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ഉസ്താദിന്റെ രീതിയിലാണെങ്കിൽ ഉസ്താദ് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ വീട്ടിൽ ബർക്കത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അനുവദിക്ക് പോവേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഇതിങ്ങനെ നീണ്ടുപോകും. കാരണം ഇത് പല രാജ്യത്തുള്ള ആളുകളാണ് ഈ ചോദ്യം വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ കേരളത്തിലത്തെ ടൈമാവില്ല, യു എത്തെ ടൈമല്ല, സൗദിയില്. അങ്ങനെയാണ് നീണ്ടു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ടൈം ആവുമ്പോ നിങ്ങൾ വിവരം അറിയിക്കണം. അപ്പൊ അവസാനിപ്പിക്കാം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവസാനിക്കലുണ്ടാവില്ല, അത് നീണ്ടുപോകും. അപ്പോ അങ്ങനെ അതുകൊണ്ട് വേഗം ചോദിക്കാനുള്ളവർക്കൊക്കെ ചോദിക്കുക. എഞ്ചിനീയർ ആ വിഷയങ്ങളായിരിക്കട്ടെ ചോദ്യങ്ങൾ. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ കമ്പി 8 mm ആണോ വേണ്ടത്, 6 mm ആണോ വേണ്ടത്, ഇതൊക്കെയാണ് ചോദിച്ചു മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അറിഞ്ഞിട്ടില്ലേ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ വരട്ടെ.
അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ചെലവ് കുറക്കാനാണ് പീസ് ലിൻഡൽ കൊടുക്കലുണ്ട്, വെറും വെന്റിലേറ്ററിന്റെ വാതിലിന്റെ മുമ്പ്. അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഒന്നിച്ചു കൊടുക്കണ ഉറപ്പുണ്ടാവോ? അതേമാതിരി ഈ സൺസൈഡ് ഉണ്ട് പീസ് ലിൻഡൽ വെറും വാതിലിന് മാത്രം കൊടുക്കുന്ന പോലെ, അപ്പൊ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതോ ഒന്നായിട്ട് അതിലാതെ തന്നെ കൊടുക്കാതെ വെക്കാനോ, അതോ ഒന്നിച്ചുള്ള ലിൻഡൽ കൊടുക്കാനായിട്ടും തന്നെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് ഈ പറഞ്ഞത് തുണ്ട് അത് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വീട് പാസ്സാകുന്ന ആളുകൾക്ക് ഇപ്പൊ 2 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് നിന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ പഞ്ചായത്തിന് നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരിക്കലും അവർക്ക് വീട് പരിപൂർണമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു മോഡലാണ് ഈ ലിൻഡൽ കൊടുക്കുന്നത്, ജനലുകളുള്ള ഭാഗത്ത് മാത്രം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ മഴക്കാലമായാലും എങ്ങനെയായാലും ഈ വെള്ളത്തിന്റെ ചാറിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് മരങ്ങളാണ് വെച്ചിരിക്കുന്നത്, അതൊക്കെ ദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലിൻഡല് കൊടുക്കുന്നത് 210 സെന്റിമീറ്ററിലാണ്, അഥവാ 7 അടിയിലാണ് ഈ ലിൻഡൽ കൊടുക്കുന്നത്. ഈ ലിൻഡൽ കൊടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ ആ വീടിന്റെ ചുമരുകളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൽ ഉദ്ദേശിക്കുന്നത് വീടിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്, ഗൾഫിലൊക്കെ മഴ കുറവുള്ള ഏരിയകളിലൊക്കെ സെൻസൈഡൊന്നും ആവശ്യമില്ല. പക്ഷെ ലിൻഡൽ കൊടുക്കുന്നത് എന്താ? വീടിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി കാശുള്ളവരാണെങ്കിൽ പരിപൂർണമായി ലിൻഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജനലുകളിലൊക്കെ ചാറിലടിച്ച് വെള്ളത്തിന്റെ അടിച്ച് മരങ്ങളൊന്നും വേഗം കേറി വരില്ല. അതുമാത്രമല്ല, ഏറ്റവും വലുത് ലിൻഡൽ ഇല്ലാതിരുന്നാൽ വീടിന്റെ അത് സൈഡ് പൊട്ടൽ വരും. സൈഡ് പൊട്ടു വന്നാൽ അത് മുകളിൽ ഒരു ചിഹ്നം വന്നാൽ ഏറ്റവും താഴത്ത് വരേക്ക് ആ ചിഹ്നം വരും. അതുകൊണ്ട് ലിൻഡൽ കൊടുത്ത പണിയിലാണ് ഏറ്റവും നല്ല. സെൻസൈഡ് ഇല്ലെങ്കിൽ പോലും ലിൻഡൽ വീടിന് കൊടുത്ത് ചുമരുകളെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് എഞ്ചിനീയറിംഗ് തിയറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കാല്ലേ? ഉസ്താദ് പറഞ്ഞല്ലോ സെക്കൻഡ് ഫ്ലോർ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുമ്പോ അതിന്റെ മേലെ ബാത്റൂം കുറച്ച് താത്ത് വാർക്കണം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി വാർപ്പുണ്ടല്ലോ, പിന്നെ വാർക്കണത് എങ്ങനെയാണ്? സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോർ പണിയുക. അപ്പൊ അതിന്റെ മേലെ ബെഡ്റൂമിൽ ബാത്റൂം വരുമ്പോ എങ്ങനെ താത്തി പണിയാന്നുള്ളതൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സെക്കൻഡ് ഫ്ലോർ പണിയാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ GF ഗ്രൗണ്ട് ഫ്ലോർ വാർക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? മോള് ബാത്റൂമിന്റെ ഏരിയ കണ്ട് അവർ താത്തി വാർക്കണം. നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ 2 നിലയുടെ FF-ന്റെയും GF-ന്റെയും അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്റെയും ഫസ്റ്റ് ഫ്ലോറിന്റെയും പ്ലാന് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ FF-ല് നമ്മൾ ബാത്റൂമിന്റെ ഏരിയ കണ്ടിട്ടുണ്ടാവും. ആ ഭാഗത്ത് നമ്മള് അവിടുന്ന് ഒരു 9 ഇഞ്ച് താത്തി വാർക്കണം മുകളില്. അപ്പോഴേ സ്ലാബിന്റെ കനത്തിൽ നമുക്ക് ഒരു 5 ഇഞ്ച് കിട്ടുള്ളൂ. 9 ഇഞ്ച് താത്തി പലകയടിച്ചാൽ അതിൽ സ്ലാബ് കനം കൂടി കഴിഞ്ഞാൽ 4 ഇഞ്ച് സ്ലാബ് കനം കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 5 ഇഞ്ച് കനം കിട്ടും. അങ്ങനെ ആ ഭാഗം താത്തി വാർക്കണം. താത്തി വാർക്കുമ്പോൾ തന്നെ അതില് കമ്പി കെട്ടാൻ പ്രത്യേക രൂപങ്ങളാണ് അതിലുള്ളത്. അല്ലാതെ സാധാരണ അറിയാത്ത ആളുകൾ വാർത്തു കഴിഞ്ഞാൽ ലീക്ക് വരും. പ്രത്യേക തരത്തിലാണ് കമ്പി കെട്ടുന്നത്. അതുകൊണ്ട് FF പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി FF-ൽ ഡിസൈൻ ചെയ്യുമ്പോൾ ബാത്റൂമിന്റെ ഏരിയ കണ്ടുവെച്ച് ആ ഭാഗത്ത് താത്തി വാർക്കുക. താത്തി വാർത്താൽ ഒരിക്കലും തന്നെ ടൈൽസിന്റെ ഉള്ളിൽ കൂടിയോ അല്ലെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാത്ത ഒരു പ്രശ്നമോ അതിൽ ഉണ്ടാകില്ല. താത്തി വാർക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എഞ്ചിനീയറിംഗ് തിയറി പ്രകാരം ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാതെ FF എടുത്തു കഴിഞ്ഞിട്ട് താത്തി വാർക്കുന്ന രൂപമല്ല കേട്ടോ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതിനോട് തുടർന്നിട്ടുള്ള ചോദ്യമാണ്.
അതായത് ഈ 9 ഇഞ്ച് താഴ്ത്തി വാർക്കുമ്പോഴേ അതൊരു പീസായിട്ട് അങ്ങനെ വാർത്തിടണം. അത് മേലത്തെ ആ വാർപ്പിനോട് യോജിച്ചിട്ട് ഒരു പാത്രം പോലെ സൈഡും കൂടി കോൺക്രീറ്റ് വരുന്ന നിലക്ക് വാർക്കാണോ വേണ്ടത്? അങ്ങനെ ആകുമ്പോൾ അതിന്റെ സൈഡിക്ക് ലീക്കില്ലാതാവുള്ളൂ. അതല്ലാതെ ഇപ്പൊ നമ്മള് FF വാർക്കണ സമയത്ത് ആ ഭാഗം ബാത്റൂമിന്റെ ഭാഗം ഒരു 9 ഇഞ്ച് താഴ്ത്തി വാർക്കുക, അതൊരു പീസായിട്ടാണ് എടുക്കുക. എന്നിട്ട് അവിടെ ബാക്കിയുള്ളത് അവിടെ കല്ല ഇഷ്ടിക വെച്ച് പൊന്തിക്കുക. എന്നിട്ട് അതിന്റെ മേലെ വാർക്കുമ്പോ ആ കല്ലിന്റെ അതേ ലീക്ക് റൂമാണെങ്കിൽ അതിന്റെ സൈഡിൽ റൂമാണെങ്കിൽ അവിടേക്ക് ആ ചുമരിങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ലീക്ക് അടിച്ചിട്ടുള്ള ഒരു പ്രത്യേക അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്നത് ആ വാർപ്പ് അടിയത്തെ ബാത്റൂമിന്റെ ആ ഭാഗം താഴ്ത്തി വാർക്കുമ്പോ അതിന്റെ സൈഡ് കൂടി വാർത്തിട്ട് മുകളിലേക്ക് ഉയർത്തണോ? അങ്ങനെ ആകുമ്പോൾ അതിന്റെ ലീക്ക് ഇല്ലാതിരിക്കുള്ളൂ എന്ന് ഇതിനോട് തുടർന്നിട്ടുള്ള ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് ഒരു വലിയൊരു സംശയം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീട് അത് എന്തുകൊണ്ട് മറ്റുള്ളവർ ചോദിച്ചില്ല എന്ന് ചിന്തിച്ചു പോവാണ്. നല്ലൊരു സംശയമാണ് അതിനെ ചോദിച്ചത്. അതായത് മെയിൻ സ്ലാബ് വാർക്കുന്നതോടൊപ്പം തന്നെ അത് താത്തി ഒരു ചെറിയൊരു ഹൗസിന്റെ ആ നിലത്തുള്ള ചെറിയൊരു ഹൗസ് മോഡല് താത്തി ഒരുമിച്ച് വാർക്കണം. അല്ലാതെ വാർത്താൽ 100% ലീക്ക് ഉറപ്പാണ്. അത് യാതൊരുവിധ സംശയമില്ല. പലക അടിക്കുമ്പോൾ അതിന്റെ ബോട്ടം വർക്ക് തുടങ്ങുമ്പോൾ തന്നെ സെൻട്രിങ് വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ആ മെയിൻ സ്ലാബിൽ നിന്ന് താത്തി ഇത് അടിക്കണം. അതേപോലെ തന്നെ കമ്പി കെട്ടലും വാർക്കലും എല്ലാം ഒരുമിച്ചാവാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് വാർത്താൽ 100% ലീക്കാണ്. ലാ ശക്ക ഫീ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? അവസ്ഥാനം നമ്മൾ മുകളിലോട്ട് വീടുണ്ടാക്കുകയാണെങ്കിൽ മെയിൻ സ്ലാബ് 3 ഇഞ്ച് കനത്തിൽ കൊടുക്കണ നല്ല 4 ഇഞ്ച് തന്നെ വേണമെന്നുണ്ടോ? മുകളിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഫ്ലാറ്റായിട്ട് വാർക്കുന്ന വീടാണെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 4 ഇഞ്ച് കനത്തിൽ വാർക്കണം. അതിൽ 1 സെന്റിമീറ്റർ പോലും കുറയാത്ത രീതിയിൽ 4 ഇഞ്ച് തന്നെ വേണം. അല്ലെങ്കിൽ അവിടെ ജെർക്കിങ് ഉണ്ടാവും. വീടിന് അതില് ആ സ്ലാബില് ഒരു ജെർക്കിങ് വരും. മറിച്ച് നിങ്ങൾ കൂരകളൊക്കെ ഇങ്ങനെ പണിയാണെങ്കിൽ അത് 3 ഇഞ്ചൊക്കെ അതിന് നിൽക്കുന്ന അത്ര 3 ഇഞ്ചൊക്കെ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അതിന്റെ മുകളിൽ വേറെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ചരിച്ച് വാർക്കുകയാണെങ്കിലൊക്കെ അത് മതിയാകും, കുഴപ്പമില്ല. മറിച്ച് ഫ്ലാറ്റായിട്ട് വാർക്കുന്നതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് 4 ഇഞ്ച് ആക്കണം. മറിച്ച് ഫ്ലാറ്റായിട്ട് വാർക്കുന്ന ചെറിയ ഒരു റൂമിൽ നിങ്ങൾ മുകളിൽ വേറെ ഒന്നും കെട്ടുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്റൂം ചേർത്ത് വാർക്കുകയാണ്, അത് 3 ഇഞ്ച് 2 ഇഞ്ച്, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. മറിച്ച് 10ക്ക് 10 പോലത്തെ റൂമില് അതിന് മുകളിൽ കൂടെ നിങ്ങൾ നടത്തം പോലത്തെ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 4 ഇഞ്ച് വാർക്കുക. ചെറിച്ച് വാർക്കുന്നതിൽ 3 ഇഞ്ചാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ കമ്പിയുടെ ആ സൈസ് കുറയ്ക്കാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് പാലിക്കണം. അസ്സലാമു അലൈക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് തറയുടെ കാര്യത്തില്, അതേപോലെ തന്നെ തറയുടെ ബെൽറ്റ് വാർക്കുന്ന കാര്യത്തില്, അതേപോലെ തന്നെ ഈ നമ്മൾ കരാറ് കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഷാ അല്ലാഹ് അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വീടിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറ്റിക്കപ്പെടും. മറ്റുള്ളവര് എങ്ങനെയാണ് കമ്പി കെട്ടുന്നത്, ഏത് രീതിയിലാണ് ക്രാങ്ക് ഓടിക്കേണ്ടത്, കോൺക്രീറ്റിന്റെ അനുപാതം എത്രയാണ്, ഏത് സൈസാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇവിടുത്തെ മഗ്‌രിബിന്റെ സമയം 10 മിനിറ്റ് വൈകി ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.